നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വീണ്ടും ആശങ്കയുടെ അലയൊലികൾ സൃഷ്ടിച്ച നിപ വൈറസ്. രോഗബാധിതനായ കുട്ടി മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന പാണ്ടിക്കാട് സ്വദേശിയായ 14-കാരനാണ് മരിച്ചത്. സമ്പർക്ക പട്ടികയിലുള്ള 214 പേർ നിരീക്ഷണത്തിൽ, 60 പേർ ഹൈറിസ്ക് വിഭാഗത്തിൽ. ഭയം വേണ്ട, ജാഗ്രത തുടരണമെന്ന് ആരോഗ്യമന്ത്രി. ചാവക്കാട് നഗരസഭയുടെ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആക്ഷേപങ്ങളിൽ കഴമ്പില്ലെന്നും ലൈഫ് ഭവന പദ്ധതി ആനുകൂല്യങ്ങൾ ആർക്കും നഷ്ടപ്പെടില്ലെന്നും ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്. UDF ആരോപണം രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടിയെന്നും നിജസ്ഥിതി പൊതുജനം മനസ്സിലാക്കുമെന്നും നഗരസഭാധ്യക്ഷ. കേച്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഔദ്യോഗിക വിഭാഗത്തിന് മിന്നും ജയം. ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 75%-ലേറെ നേടിയാണ് കോൺഗ്രസ് ഔദ്യോഗിക വിഭാഗം വിജയിച്ചത്. ഇന്ത്യയിലെ പ്രഥമ ധന്വന്തരി ക്ഷേത്രമായ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള നെല്ലുവ ശ്രീ ധന്വന്തരി ആയുർവേദ റിസർച്ച് സെന്ററിനെ ആയുർവേദ ടൂറിസവുമായി ബന്ധപ്പെടുത്തുന്നതിന് വേണ്ട നടപടികൾക്ക് വഴി തെളിയുന്നു. ഇതിനായി കിടത്തി ചികിത്സയ്ക്കുള്ള സംവിധാനം ഒരുക്കുന്നതിന്റെ ഭാഗമായി പുതിയ കെട്ടിടം നിർമ്മിക്കുവാനും ആയുർവേദ ടൂറിസവുമായി ബന്ധപ്പെടുത്തുന്നതിനു വേണ്ട നടപടികൾ സ്വീകരിക്കുവാനും വികസന സമിതി യോഗം തീരുമാനിച്ചു. പമ്പ് ഹൌസ് ജീവനക്കാരൻ ഷോക്കേറ്റ് മരിച്ചു. ചൂണ്ടൽ പഞ്ചായത്തിലെ ചിറനെല്ലൂർ പമ്പ് ഹൌസിലാണ് വാട്ടർ അതോറിറ്റി കരാർ തൊഴിലാളിയായ മുണ്ടത്തിക്കോട് പണ്ടാരിക്കൽ സോമന്റെ മകൻ സോമിഷ് മരിച്ചത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് വീണ്ടും ആശങ്കയുടെ അലയൊലികൾ സൃഷ്ടിച്ച നിപ വൈറസ്. രോഗബാധിതനായ കുട്ടി മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന പാണ്ടിക്കാട് സ്വദേശിയായ 14-കാരനാണ് മരിച്ചത്. സമ്പർക്കത്തിൽ ഏർപ്പെട്ടവർ ആരോഗ്യവകുപ്പിനെ ബന്ധപ്പെടണമെന്ന് നേരത്തെ അധികൃതർ അറിയിച്ചിരുന്നു. സമ്പർക്ക പട്ടികയിലുള്ള 214 പേർ നിരീക്ഷണത്തിലാണ്. 60 പേർ ഹൈറിസ്ക് വിഭാഗത്തിലാണുള്ളത്. 15 പേരുടെ സാമ്പിൾ കൂടി പരിശോധനയ്ക്ക് അയച്ചു. ആനക്കയം, പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തുകളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സമ്പർക്ക പട്ടികയിലെ 2 പേർക്ക് പനിയുണ്ട്. വൈറൽ പനിയാണ്. 246 പേർ സമ്പർക്ക പട്ടികയിലുണ്ടെന്നും ആരോഗ്യമന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു. 63 പേർ ഹൈറിസ്ക് കാറ്റഗറിയിലുണ്ട്. ഇവരുടെ സാമ്പിളുകൾ ശേഖരിക്കും. NIB പൂനെയുടെ മൊബൈൽ ലാബ് ഇവിടെയെത്തും. പാണ്ടിക്കാട്, ആനക്കയം പഞ്ചായത്തുകളിൽ മുഴുവൻ വീടുകളിലും സർവേ നടത്തും. പൂർണ്ണമായി ഐസൊലേഷനിൽ ഉള്ളവർക്ക് വേണ്ടി സഹായത്തിന് വളണ്ടിയർമാരെ നിയോഗിച്ചിട്ടുണ്ട്. പോലീസ് പെട്രോളിംഗ് ഏർപ്പെടുത്തിയതായും ജനങ്ങൾ നല്ല രീതിയിൽ സഹകരിക്കുന്നതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. പമ്പ് ഹൌസ് ജീവനക്കാരൻ ഷോക്കേറ്റ് മരിച്ചു. ചൂണ്ടൽ പഞ്ചായത്തിലെ ചിറനെല്ലൂർ പമ്പ് ഹൌസിലാണ് വാട്ടർ അതോറിറ്റി കരാർ തൊഴിലാളിയായ മുണ്ടത്തിക്കോട് പണ്ടാരിക്കൽ സോമന്റെ മകൻ സോമിഷ് മരിച്ചത്. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30-യോടെ പമ്പ് ഹൌസിനടുത്ത് സ്ഥിതി ചെയ്യുന്ന സ്റ്റോർ മുറിയിലാണ് ഷോക്കേറ്റ് നിലയിൽ സോമിഷിന്റെ മൃതദേഹം കണ്ടെത്തിയത്. സ്റ്റോർ മുറിയിൽ ഉപയോഗശൂന്യമായിരുന്ന ഹീറ്റർ റിപ്പയർ ചെയ്യാനുള്ള ശ്രമത്തിനിടെയാണ് ഷോക്കേറ്റതെന്ന് കരുതുന്നു. ഉച്ചയ്ക്ക് കഴിക്കാൻ മുട്ട പുഴുങ്ങുന്നതിനായാണ് ഹീറ്റർ റിപ്പയർ ചെയ്യാൻ ശ്രമിച്ചത് എന്നാണ് നിഗമനം. മൃതദേഹത്തിന്റെ കയ്യിൽ ഹീറ്ററിന്റെ വയർ ചുറ്റിയ നിലയിലായിരുന്നുവെന്നും ടെസ്റ്റർ സമീപത്ത് കിടന്നിരുന്നുവെന്നും വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പമ്പ് ഹൌസ് ഓപ്പറേറ്റർ പറഞ്ഞു. കാലത്ത് ആളുടെ ഡ്യൂട്ടിയാണ്. ഇന്ന് ഓഫ് ഡ്യൂട്ടിക്ക് കയറുന്ന ആളാണ്. ഇന്ന് ഓഫാണ്. അപ്പോൾ ഓഫിന് ആൾ വന്നതാണ്. അപ്പോൾ നമ്മൾ കാലങ്ങളായിട്ട് ഇത് കുറച്ച് കാലമായിട്ട് ഉപേക്ഷിച്ചിട്ടുള്ള പമ്പ് ഹൗസാണ്. ഇത് നമ്മൾ ഇതിൻ്റെ എല്ലാ ഫെസിലിറ്റിയും നമ്മൾ ആ പുതിയ പമ്പ് ഹൗസിലേക്ക് മാറ്റിയിട്ട് ഈ പമ്പ് ഹൗസ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ആകെ KCBയുടെ റീഡിംഗ് എടുക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഇത് തുറക്കാറുള്ളൂ. മറ്റു കാര്യം നമ്മൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇവിടെ പഴയ ഒരു ഹീറ്റർ ഉണ്ടായിരുന്നു. പണ്ടത്തെ ഉപയോഗിക്കാതെ കിടന്നിരുന്ന ഒരു ഹീറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ ഭക്ഷണം കൊടുത്തിട്ടില്ലെന്ന് സംശയമുണ്ട്. കാരണം കോഴിമുട്ടയൊക്കെ ഒരു കവറിലാക്കിയിട്ട് ഇരിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ വേണമെങ്കിൽ വല്ല മുട്ട പുഴുങ്ങി കഴിക്കാനൊക്കെ ആയിരിക്കും ആ പഴയത് റെഡിയാക്കിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. ആ ഹീറ്ററിൻ്റെ മുകളിൽ നിന്ന് ഷോക്ക് അടിച്ചിട്ടുള്ളതാണ്. ഇത് നമ്മൾ പഴയ സാധനങ്ങൾ സ്റ്റോർ ചെയ്യണ റൂമാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റോർ റൂം പോലെ ഉപയോഗിക്കണതാണ്. അതിനകത്ത് എടുത്തിട്ട് ആൾ ഇത് ഉപയോഗിക്കുക ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. തൊട്ടടുത്തുള്ള സമൂസ കമ്പനിയിലെ ജീവനക്കാരൻ പമ്പ് ഹൌസിലെ പൈപ്പിൽ നിന്നും വെള്ളം എടുക്കാനെത്തിയപ്പോഴാണ് മൃതദേഹം ആദ്യം കണ്ടത്. തുടർന്ന് നാട്ടുകാരെ വിവരമറിയിക്കുകയും ആക്ട്സ് കേച്ചേരി ബ്രാഞ്ചിന്റെ ആംബുലൻസിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു. മരണം സ്ഥിരീകരിച്ച ശേഷം മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. തിങ്കളാഴ്ച ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ജീവനക്കാരൻ ഷോക്കേറ്റ് മരിച്ച പമ്പ് ഹൌസ് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, വൈസ് പ്രസിഡന്റ് PT ജോസ്, പഞ്ചായത്ത് അംഗം അഞ്ജു പ്രേമദാസ് എന്നിവർ സന്ദർശിച്ചു. സിസിടിവി ന്യൂസ്, കേച്ചേരി.
വധശ്രമം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട പ്രതിയെ കാപ്പ ചുമത്തി നാടുകടത്തി. എടക്കഴിയൂർ പഞ്ചവടി പുളിക്കൽ വീട്ടിൽ നെജിൽ എന്ന നജീബിനെയാണ് പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയുടെ നിർദ്ദേശപ്രകാരം ഗുരുവായൂർ ACP TS സിനോജിന്റെ നേതൃത്വത്തിൽ ചാവക്കാട് SHO വിമൽ ബിവിയും സംഘവും ജില്ലയിൽ നിന്നും 1 വർഷത്തേക്ക് നാടുകടത്തിയത്. ചാവക്കാട് വാടാനപ്പള്ളി, കാലടി, അയ്യമ്പുഴ, മാരാരിക്കുളം എന്നീ സ്റ്റേഷനുകളിലും ഇയാൾക്കെതിരെ കേസുകൾ നിലനിൽക്കുന്നുണ്ട്. ക്രിമിനൽ കേസുകളിൽ പ്രതിയായവർക്കെതിരെ തൃശൂർ സിറ്റി കമ്മീഷണറുടെ നേതൃത്വത്തിൽ ശക്തമായ നടപടികളാണ് സ്വീകരിച്ചുവരുന്നത്. ഗുരുവായൂർ സബ് ഡിവിഷനിൽ ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ മാത്രമായി 7ാമത്തെ ആൾക്കെതിരായാണ് കാപ്പ ചുമത്തുന്നത്. കഞ്ചാവ് ക്രിമിനൽ കേസുകളിൽ പ്രതിയാകുന്നവർക്കെതിരെ തുടർന്നും കാപ്പ ഉൾപ്പെടെയുള്ള ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. കേച്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഔദ്യോഗിക വിഭാഗത്തിന് മിന്നും ജയം. ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 75% നേടിയാണ് കോൺഗ്രസ് ഔദ്യോഗിക വിഭാഗം വിജയിച്ചത്. കേച്ചേരി ജ്ഞാനപ്രകാശിനി UP സ്കൂളിൽ സജ്ജമാക്കിയ പോളിംഗ് കേന്ദ്രത്തിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെയായിരുന്നു വോട്ടെടുപ്പ്. കാലങ്ങളായി കോൺഗ്രസ് ഭരണം കൈയാളുന്ന ബാങ്കിന്റെ 13-അംഗ ഭരണസമിതിയിലേക്കായിരുന്നു തിരഞ്ഞെടുപ്പ്. കോൺഗ്രസ്, CPIM എന്നീ പാനലുകൾക്ക് പുറമെ കോൺഗ്രസിലെ ഒരു വിഭാഗവും മത്സരരംഗത്തുണ്ടായിരുന്നു. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് സെക്രട്ടറിയും ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായ VK സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ 3 പേരാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക പാനലിനെതിരെ മത്സരരംഗത്തുണ്ടായിരുന്നത്. നിലവിലെ പ്രസിഡന്റ് I വേണുഗോപാൽ നേതൃത്വം നൽകിയ കോൺഗ്രസ് പാനലിൽ മത്സരിച്ച TA കുര്യാക്കോസ് മാസ്റ്റർ, MR ജോയ്, VA തോമസ്, CS ധനേഷ്, PK മുസ്തഫ, സുദർശൻ നെന്മിനി മഠത്തിൽ, ഷഹീന, സുമി റോബിൻസൺ, PN സുന്ദരൻ, ചന്ദ്രൻ കരിമ്പനയ്ക്കൽ, ധനേഷ് മാത്യു, സൗമ്യ എന്നിവരാണ് വിജയിച്ചത്. CPIM പാനലിൽ PS ജയപ്രകാശ്, VK സന്തോഷ്, KA മോഹനൻ, ലിജു ചിറമൽ, AV വില്യംസ്, PT സൈമൺ, സജ്നി സഞ്ജയൻ, ആൻസി വില്യംസ്, സത്യൻ മുളയംകോടത്ത് എന്നിവരായിരുന്നു മത്സരരംഗത്തുണ്ടായിരുന്നത്. VK സുനിൽകുമാറിനൊപ്പം KK സുഭാഷ്, NK മുത്തുണ്ണി എന്നിവർ കോൺഗ്രസ് വിമതരായി മത്സരിച്ചപ്പോൾ സുധാകരൻ ഞാറേക്കാട്ടിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും മത്സരരംഗത്തുണ്ടായിരുന്നു. കോൺഗ്രസ് ഔദ്യോഗിക വിഭാഗത്തിന്റെ പാനലിൽ മത്സരിച്ചവർക്ക് 1500 മുതൽ 1800 വരെ വോട്ട് ലഭിച്ചപ്പോൾ മറ്റ് 2 പാനലിലും മത്സരിച്ചവർക്ക് 300-ലേറെ വോട്ടുകൾ മാത്രമാണ് നേടാനായത്. കുന്നംകുളം താലൂക്ക് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലെ ഇൻസ്പെക്ടറായ ഷൈനിയായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ വരണാധികാരി. CCTV ന്യൂസ്, കേച്ചേരി. ചാവക്കാട് നഗരസഭയുടെ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആക്ഷേപങ്ങളിൽ കഴമ്പില്ലെന്നും ലൈഫ് ഭവന പദ്ധതി ആനുകൂല്യങ്ങൾ ആർക്കും നഷ്ടപ്പെടില്ലെന്നും ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്. നഗരസഭയുടെ മാസ്റ്റർ പ്ലാൻ പ്രകാരം ഫ്ലോറികൾച്ചർ എന്ന് രേഖപ്പെടുത്തിയ പ്രദേശമാണെന്ന കാരണത്താൽ ഭവന നിർമ്മാണ അനുമതി ലഭിക്കാത്തതിന്റെ പേരിൽ കൌൺസിലർക്ക് ആനുകൂല്യം നഷ്ടപ്പെടുമെന്ന പ്രതിപക്ഷ ആരോപണം തികച്ചും വാസ്തവ വിരുദ്ധമെന്നും ചെയർപേഴ്സൺ കൂട്ടിച്ചേർത്തു. നിലവിലെ മാസ്റ്റർ പ്ലാനിൽ ഫ്ലോറികൾച്ചർ എന്ന് കണ്ടെത്തിയ പ്രദേശം നീക്കം ചെയ്ത് പ്ലാൻ ഭേദഗതി ചെയ്യുന്നതിന് സ്പെഷ്യൽ കമ്മിറ്റി രൂപീകരിക്കുകയും പ്രതിപക്ഷ കൌൺസിലർ KV സത്താർ ഉൾപ്പെടുന്ന കമ്മിറ്റി തീരുമാനമെടുത്ത് അംഗീകാരത്തിനായി ചീഫ് ടൗൺ പ്ലാനർ മുഖേന സർക്കാരിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഭേദഗതി അംഗീകരിച്ച് കിട്ടുന്ന മുറയ്ക്ക് കൌൺസിലർ ഉൾപ്പെടെയുള്ളവർക്ക് ഭവന നിർമ്മാണ അനുമതി നൽകുകയും ആനുകൂല്യം ലഭിക്കുകയും ചെയ്യും. വസ്തുത ഇതായിരിക്കെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാൻ വേണ്ടി മാത്രം പ്രതിപക്ഷം നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു. നഗരസഭ പ്രതിപക്ഷ കൗൺസിലർമാർ ഇന്നലെ നടത്തിയ ആരോപണങ്ങൾ തികച്ചും വാസ്തവവിരുദ്ധമാണ്. PMAY ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ട കൗൺസിലർ ശ്രീമതി ഷാഹിദ ഷാഹുവിനെ വീട് ലഭിക്കുകയില്ല, അവർ വഴിയാധാരമാകുമെന്ന നിലയിലുള്ള ആരോപണങ്ങൾ തികച്ചും തെറ്റാണ്. ചാവക്കാട് നഗരസഭയുടെ മാസ്റ്റർ പ്ലാനിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തയ്യാറാക്കിയ ടൗൺ പ്ലാനറാണ് ആ നിർദ്ദേശങ്ങൾ തയ്യാറാക്കി മാസ്റ്റർ പ്ലാനിൽ അത്തരത്തിലുള്ള സോണുകളൊക്കെ തന്നെ നിശ്ചയിച്ചത്. പക്ഷേ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സോണുകളൊക്കെ തന്നെ നീക്കം ചെയ്തുകൊണ്ട് മാസ്റ്റർ പ്ലാൻ ഏറ്റവും കുറ്റമറ്റതാക്കുക എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചാവക്കാട് നഗരസഭയിൽ സ്പെഷ്യൽ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ഈ സ്പെഷ്യൽ കമ്മിറ്റിയിലെ 2 കൗൺസിലേഴ്സും അതുപോലെ തന്നെ ചെയർപേഴ്സണും ടൗൺ പ്ലാനറും എല്ലാം അടങ്ങുന്ന ആ കമ്മിറ്റി കൃത്യമായും ഇതെല്ലാം പരിശോധിച്ചുകൊണ്ട് ഫ്ലോറികൾച്ചർ എന്ന രേഖപ്പെടുത്തിയ പ്രദേശം അതിൽ നിന്നും ഒഴിവാക്കുന്നതിന് തീരുമാനമെടുക്കുകയും അത് അംഗീകാരത്തിനായി ഗവൺമെൻറ്റിന് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പദ്ധതി പ്രകാരം ഏകദേശം 1000-ഓളം വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ട് കേരള സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ പ്രാദേശിക ഭരണകൂടത്തിൻ്റെയും കൃത്യമായ ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ നമുക്ക് ഭവന നിർമ്മാണ സഹായം നൽകാനായിട്ട് സാധിക്കുന്നത്.
ഇന്ത്യയിലെ പ്രഥമ ധന്വന്തരി ക്ഷേത്രമായ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള നെല്ലുവായ് ശ്രീ ധന്വന്തരി ആയുർവേദ റിസർച്ച് സെന്ററിനെ ആയുർവേദ ടൂറിസവുമായി ബന്ധപ്പെടുത്തുന്നതിന് വേണ്ട നടപടികൾക്ക് വഴി തെളിയുന്നു. ഇതിനായി കിടത്തി ചികിത്സയ്ക്കുള്ള സംവിധാനം ഒരുക്കുന്നതിന്റെ ഭാഗമായി പുതിയ കെട്ടിടം നിർമ്മിക്കുവാനും ആയുർവേദ ടൂറിസവുമായി ബന്ധപ്പെടുത്തുന്നതിനു വേണ്ട നടപടികൾ സ്വീകരിക്കാനും വികസന സമിതി യോഗം തീരുമാനിച്ചു. നിലവിൽ ധന്വന്തരി ക്ഷേത്രം കേരള ടൂറിസം ആപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഭക്തർ എത്തുന്നുണ്ട്. ആയുർവേദ ചികിത്സയുമായി അഭേദ്യ ബന്ധം ക്ഷേത്രത്തിനുള്ളതിനാൽ ആയുർവേദ രംഗത്തെ പ്രമുഖരടക്കം ഒട്ടേറെ പേർ ദിവസവും എത്തുന്നുണ്ട്. താമസിച്ച് ദർശനം നടത്തുന്നതിനുമുള്ള പോരായ്മ ഉടൻ പരിഹരിക്കുമെന്നും വികസന സമിതി ഭാരവാഹികൾ അറിയിച്ചു. വികസന സമിതി യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ അധ്യക്ഷനായി. ചെയർമാനായി PC അബാൽമണി, സെക്രട്ടറിയായി TK ശിവൻ, ട്രഷററായി NB ബിജു എന്നിവരെ തെരഞ്ഞെടുത്തു. വികസന സമിതി അംഗങ്ങളായി ദേവസ്വം ഓഫീസർ PB ബിജു, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുൺ കൈമൾ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ, AK സതീഷ് കുമാർ, ഡോക്ടർ VC ബിനോജ്, സംഗീത പ്രസാദ്, അഡ്വക്കേറ്റ് E പ്രജിത് കുമാർ, KV ശങ്കരനാരായണൻ, A നന്ദകുമാർ, ഡോക്ടർ K ഗോപാലകൃഷ്ണൻ എന്നിവരെയും തെരഞ്ഞെടുത്തു. CCTV ന്യൂസ് എരുമപ്പെട്ടി. വടക്കേ പുന്നയൂർ പിലാക്കാട്ട് പള്ളിക്ക് സമീപം റോഡരികിൽ ഉപേക്ഷിച്ച ലാബ് മാലിന്യങ്ങൾ ഉടമയെ വിളിച്ചുവരുത്തി എടുത്തുമാറ്റി. മന്നലാംകുന്ന് ഹെൽത്ത് കെയർ ഹൈടെക് ലാബ് ഉടമ കടിക്കാട് സ്വദേശി റൂഷിത്താണ് മാലിന്യം തള്ളിയത്. 1.5 ലക്ഷം രൂപ പിഴയടയ്ക്കാൻ ലാബ് ഉടമയ്ക്ക് പഞ്ചായത്ത് നോട്ടീസ് നൽകി. ലൈസൻസ് ഇല്ലാത്തതിനാൽ ലാബ് അടച്ചിടാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. റോഡരികിൽ മാലിന്യം കിടക്കുന്ന വിവരം പാതിയിറക്കൽ നിഷാദിന്റെ മകൻ 2ാം ക്ലാസ്സുകാരനായ ഇബ്രാഹിം നാസിമാണ് വീട്ടുകാരുടെ സഹായത്തോടെ പഞ്ചായത്തിനെ അറിയിച്ചത്. മദ്രസയിൽ നിന്ന് വരുമ്പോഴാണ് മാലിന്യം നിറച്ച 2 വലിയ പ്ലാസ്റ്റിക് ബാഗുകൾ കുട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പഞ്ചായത്ത് സെക്രട്ടറി NB ഷീജ, ഹെൽത്ത് ഇൻസ്പെക്ടർ രോഹിണി സോമസുന്ദരൻ, IRTC കോർഡിനേറ്റർ BS ആരിഫ എന്നിവർ സ്ഥലത്തെത്തി പരിശോധിച്ചു. ചാക്ക് നിറയെ മനുഷ്യജീവന് ഹാനികരമാകുമെന്ന് ഉപയോഗിച്ച സിറിഞ്ചുകൾ, രക്തമടങ്ങിയ ടെസ്റ്റ് ട്യൂബുകൾ, യൂറിയൻ കണ്ടെയ്നർ എന്നിവയായിരുന്നു. ലാബ് തിരിച്ചറിഞ്ഞതോടെ പോലീസിനെ വിവരം അറിയിച്ച് ഉടമയെ വിളിച്ചു വരുത്തുകയായിരുന്നു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ചാവക്കാട് നഗരസഭ പൊതുജന പങ്കാളിത്തത്തോടുകൂടി ബ്ലാങ്ങാട് ബീച്ചിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. കടൽ തീരത്ത് കുളവാഴ, ചണ്ടി എന്നിവ അടിഞ്ഞുകൂടി വിനോദസഞ്ചാരികൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന അവസ്ഥ പരിഹരിക്കുന്നതിന് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്തിന്റെ അടിയന്തര നിർദ്ദേശത്തിന്റെ ഭാഗമായി വിവിധ സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെയാണ് ബ്ലാങ്ങാട് ബീച്ചിൽ ശുചീകരണം സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങ് MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാടിനെ സംബന്ധിച്ചിടത്തോളം മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശാസ്ത്രീയമായ നടപടികൾ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലമാണ് ചാവക്കാട് ബീച്ച് എന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ വരുന്ന ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന രീതിയിലാണ് ഇവിടെ മാലിന്യം അടിഞ്ഞുകൂടിയത്. ഇത് ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ അടിയന്തിരമായി ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത നഗരസഭാ ചെയർപേഴ്സണെയും കൗൺസിലിനെയും ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക്, നഗരസഭയുടെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ബുഷറ ലത്തീഫ്, പ്രസന്ന രണദിവെ, അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ AV തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭാ കൗൺസിലർമാർ, കുടുംബശ്രീ ചെയർപേഴ്സൺ ജീന രാജീവ്, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ AA മഹേന്ദ്രൻ, KH സലാം, PS അശോകൻ, CPIM പാർട്ടി പ്രവർത്തകർ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, ഹരിതകർമ്മസേന തുടങ്ങി 100-ലധികം പേർ 1 കിലോമീറ്ററിലധികം വരുന്ന കടൽത്തീരം വൃത്തിയാക്കി. നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷമീർ M നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് ചാവക്കാട്. മുനയ്ക്കക്കടവ് അഴിമുഖത്തെ പുലിമുട്ടിലേക്ക് വിനോദസഞ്ചാരികൾക്കും ചൂണ്ടയിടാൻ വരുന്നവർക്കും കർശന വിലക്ക് ഏർപ്പെടുത്തി ചാവക്കാട് പോലീസ്. കടപ്പുറം പഞ്ചായത്തിലെ മുനയ്ക്കക്കടവ് അഴിമുഖം പുലിമുട്ടിന് ബലക്ഷയം സംഭവിച്ചതും കടലേറ്റത്തിൽ തിരമാലകൾ അടിച്ചു കയറുന്നതും അപകടമുണ്ടാക്കുന്നതായി വാർഡ് മെമ്പർ സമീറ ഷെരീഫ് പറഞ്ഞു. ചാവക്കാട് പോലീസും മുനയ്ക്കക്കടവ് കോസ്റ്റൽ പോലീസും പുലിമുട്ടിലെ അപകട മേഖല സന്ദർശിച്ചു. തുടർന്ന് പുലിമുട്ടിലേക്കുള്ള സന്ദർശകരെ തടയുന്നതിന് അപകട മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കാൻ കടപ്പുറം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി PY സാജിദ, വാർഡ് മെമ്പർ എന്നിവർക്ക് മുനയ്ക്കക്കടവ് കോസ്റ്റൽ SI V ലോഫിരാജ് നിർദ്ദേശം നൽകി. മുന്നറിയിപ്പ് ബോർഡ് വെച്ചതിനു ശേഷം പുലിമുട്ടിലേക്ക് പ്രവേശിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് ചാവക്കാട് CI VV വിമൽ അറിയിച്ചു. വാർഡ് മെമ്പർ സമീര ഷെരീഫ്, പൊതുപ്രവർത്തകരായ KV അഷ്റഫ്, PM ബീരു എന്നിവർ പോലീസ് സംഘത്തെ അനുഗമിച്ചു. അടിയന്തരമായി ഈ ഒരു പുലിമുട്ടിൻ്റെ ഈ മേഖലയിലേക്ക്, ഈ മേൽഭാഗത്തേക്ക് കയറാത്ത രീതിയിൽ ജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം.
അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ ഒരു നിരോധിത മേഖലമായിട്ടാണ് ഞങ്ങളിപ്പോൾ ഇന്നിവിടെ കൊടുക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ അപകടം നിറഞ്ഞൊരു മേഖല ആയതുകൊണ്ട് ഇവിടെ പരമാവധി ടൂറിസത്തിന് വരുന്ന ആളുകൾ പോലും ഈ ഒരു മേഖലയിലേക്ക് കടക്കാതിരിക്കുക, അതിന് പ്രത്യേകം ശ്രദ്ധിക്കുക, അതിനുള്ള നടപടിയുമായിട്ടാണ്. പന്നിത്തടം എയ്യാലിൽ യുവാവിനെ സംഘം ചേർന്ന് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ 5 പ്രതികളെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. എയ്യാൽ അമ്പലത്തിന് സമീപം താമസിക്കുന്ന പാലക്കപ്പറമ്പിൽ സജിയാണ് ആക്രമണത്തിനിരയായത്. പോർക്കുളം സ്വദേശികളായ അഞ്ചങ്ങാടി അരിയാരത്ത് വീട്ടിൽ ജാങ്കോ എന്ന് വിളിക്കുന്ന സുരേഷ്, തിരുത്തിക്കാട് നെന്മണിക്കര വീട്ടിൽ അടുപ്പു എന്ന് വിളിക്കുന്ന ശ്രീജിത്ത്, മനാട്ടുകുളം വീട്ടിൽ ജിഷ്ണു, മേനത്ത് വീട്ടിൽ സുമയർ, കുന്നംകുളം ആനായിക്കൽ വെള്ളപ്പറമ്പിൽ വീട്ടിൽ പ്രഗു എന്ന് വിളിക്കുന്ന ശ്രീപ്രകാശ് എന്നിവരെയാണ് ഇൻസ്പെക്ടർ CV ലൈജുമോന്റെ നേതൃത്വത്തിൽ SIമാരായ മഹേഷ്, അബ്ദുൾ ജബ്ബാർ എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ജനുവരി 12-ാം തീയതി വൈകിട്ട് 5:30 കേസിനാസ്പദമായ സംഭവം. കേസിലെ 1-ാം പ്രതിയായ സുരേഷിന് സജിയുടെ സഹോദരൻ പണം നൽകാനുണ്ട്. ബൈക്കിൽ സുഹൃത്തിനോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്ന സജിയെ പ്രതികൾ തടഞ്ഞു നിർത്തി ഇതേക്കുറിച്ച് സംസാരിക്കുകയും തുടർന്നുണ്ടായ തർക്കത്തിൽ സജിയെ സംഘം ചേർന്ന് ആക്രമിക്കുകയുമായിരുന്നു. ബൈക്കുകളിലെത്തിയ പ്രതികൾ കയ്യിൽ കരുതിയിരുന്ന കത്തി, വടിവാൾ, ഇരുമ്പുദണ്ഡുകൾ തുടങ്ങിയ മാരകായുധങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമിച്ചത്. 1-ാം പ്രതി സുരേഷ് കത്തികൊണ്ട് വയറ്റിൽ കുത്തിയത് തടഞ്ഞപ്പോൾ സജിയുടെ കയ്യിൽ സാരമായ മുറിവുണ്ടായി. നിലത്ത് വീണ സജിയെ ഇരുമ്പുദണ്ഡുകൾ കൊണ്ട് മർദ്ദിച്ചതിൽ ശരീരമാസകലം പരിക്കേറ്റു. സുഹൃത്ത് ശ്രീരാഗിനും ആക്രമണത്തിൽ പരിക്കേറ്റു. ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതികളെ അന്വേഷണത്തിനൊടുവിൽ കുന്നംകുളം, പോർക്കുളം പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. CPOമാരായ ആശിഷ്, ഷിഹാബുദ്ദീൻ, നിബു, റിജിൻദാസ്, സഗുൺ, അഭിലാഷ്, അജി പനക്കൽ, പുരന്ദരൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. 2018-ൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത കുന്നംകുളം താലൂക്കിനായുള്ള വിശാലമായ പുതിയ ഹെഡ്ക്വാർട്ടേഴ്സ് നിർമ്മാണം ആരംഭിക്കുന്ന കുറുക്കൻപാറ താഞ്ചൻകുന്ന MLA സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, വാർഡ് കൌൺസിലർ സനൽ, കുന്നംകുളം തഹസിൽദാർ OB ഹേമ, ബിൽഡിംഗ് വിഭാഗം AE ആശ, കരാർ കമ്പനി പ്രതിനിധികൾ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. അമൃത് പദ്ധതിയുടെ ഭാഗമായി പ്രദേശത്ത് സൂക്ഷിച്ചിട്ടുള്ള പൈപ്പുകൾ ഉചിതമായ സ്ഥലത്തേക്ക് മാറ്റുന്നതിന് MLA വാട്ടർ അതോറിറ്റി അധികൃതരോട് നിർദ്ദേശിച്ചു. നിർമ്മാണ സാമഗ്രികൾ എത്തിക്കുന്നതിനുള്ള പ്രവേശന വഴികൾ സുഗമമാക്കുന്നതിനും നിർദ്ദേശങ്ങൾ നൽകി. ഈ മാസം അവസാനത്തോടെ നിർമ്മാണ ഉദ്ഘാടനം നടത്താനാവുമെന്നും MLA അറിയിച്ചു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ സ്ഥാപിച്ച സോളാർ പാനൽ പ്ലാന്റിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടക്കും. രാവിലെ 10-ന് കോളേജ് മിനി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പ്രവാസി വ്യവസായി MA യൂസഫ് അലി സോളാർ പാനൽ പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS വിജോയ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. ഉദ്ഘാടന ചടങ്ങിനെ തുടർന്ന് MA യൂസഫ് അലി വിദ്യാർത്ഥികളുമായി സംവദിക്കും. ഏകദേശം 10 ലക്ഷത്തോളം രൂപ ചിലവഴിച്ചാണ് കോളേജിൽ സോളാർ പാനൽ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുള്ളത്. അനേർട്ട് വഴി നടപ്പിലാക്കിയ പദ്ധതിക്കായി MA യൂസഫ് അലിയാണ് തുക സംഭാവന ചെയ്തത്. അകാലത്തിൽ വിട പറഞ്ഞ യുവാവിന്റെ ഓർമ്മയ്ക്കായി സൗജന്യ വൈദ്യ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ച സാംസ്കാരിക സമിതി. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വാഹനാപകടത്തിൽ മരിച്ച മുഹമ്മദ് സിനാൻ എന്ന ഷെല്ലുവിന്റെ ഓർമ്മയ്ക്കായാണ് ക്യാമ്പ് നടത്തിയത്. ഞായറാഴ്ച രാവിലെ മന്നലാംകുന്ന് സാം ക്ലബ്ബ് പരിസരത്ത് വെച്ച് നടത്തിയ പരിപാടി പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് അൻഫർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പറും പുന്നേർകുളം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ആലത്തയിൽ മൂസ, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ മന്നലാംകുന്ന് മുഹമ്മദ് ഉണ്ണി, കടിക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ ഫിസിക്കൽ ട്രെയിനർ അധ്യാപകൻ നാസർ ഹുസൈൻ, യഹിയ മന്നലാംകുന്ന്, മൂസ ആലത്തയിൽ തുടങ്ങിയവർ സംസാരിച്ചു. സമിതി സെക്രട്ടറി സ്വാഗതവും ഖത്തർ പ്രതിനിധി ഷമീർ കൂളിയാട്ട് നന്ദിയും പറഞ്ഞു. അഹല്യ കണ്ണാശുപത്രി കൺസൾട്ടന്റ് ഓപ്തോളജിസ്റ്റ് ഡോക്ടർ ബ്ലസി സൗജന്യ നേത്ര പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ഭാരവാഹികളായ RS ഷക്കീർ, അൻഷാദ് ഫറാസ്, കമാൽ, റഫീഖ്, ഫഹദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. എറണാകുളം തൃപ്പുണിത്തറ സ്വദേശിയെ കാണാതായതായി പരാതി. ഉദയംപേരൂർ കടുംതോട്ടിൽ വീട്ടിൽ കൃഷ്ണൻകുട്ടി മേനോന്റെ മകൻ 44 വയസ്സുള്ള കിഷോറിനെയാണ് കാണാതായത്. കണ്ടാണിശ്ശേരി കോവിലൻ റോഡിലുള്ള സഹോദരിയുടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം മുതുവട്ടൂരിലേക്കെന്ന് പറഞ്ഞു പോയ ശേഷം തിരിച്ചു വന്നിട്ടില്ലെന്നാണ് പരാതി. കാണാതാകുമ്പോൾ ചുവപ്പ് ഷർട്ടും ക്രീം നിറത്തിലുള്ള പാന്റുമാണ് വേഷം. തടിച്ച ശരീരപ്രകൃതമാണ്. എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കേണ്ടതാണ്.
കേരള വിഷൻ ഉപഭോക്താക്കളുടെ ശ്രദ്ധയ്ക്ക് നവീകരണത്തിന്റെ ഭാഗമായി പുതിയ ചാനലുകളുടെ സംപ്രേഷണം ലഭിക്കുന്നതിനായി കേരള വിഷൻ എല്ലാ സെറ്റ് ബോക്സുകളിലും ജൂലൈ 24 ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് ഓട്ടോ ട്യൂൺ സ്കാനിംഗ് നൽകുന്നു. ബോക്സ് ഓൺ ചെയ്താൽ 2 മിനിറ്റ് ഓട്ടോ ട്യൂൺ ആകും. ട്യൂണിംഗ് സമയത്ത് ബോക്സ് യാതൊരു കാരണവശാലും ഓഫ് ചെയ്യരുത്. തുടർന്ന് സാധാരണ പോലെ ചാനലുകൾ ലഭ്യമാകും. മാന്യ പ്രേക്ഷകർ സഹകരിക്കേണ്ടതാണ്. KCB അറിയിപ്പ്. ഗുരുവായൂർ 110 kV സബ് സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ജൂലൈ 22 തിങ്കളാഴ്ച രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഗുരുവായൂർ ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ വൈദ്യുതി വിതരണം പൂർണ്ണമായോ ഭാഗികമായോ തടസ്സപ്പെടുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കർഷക സംഘം പന്നിത്തടം മേഖലാ സ്പെഷ്യൽ കൺവെൻഷൻ MK ശശിധരന്റെ അധ്യക്ഷതയിൽ കർഷക സംഘം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് അനൂപ് കിഷോർ ഉദ്ഘാടനം ചെയ്തു. സംഘടന വടക്കാഞ്ചേരി ഏരിയ ട്രഷറർ MS സിദ്ധൻ, CPIM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം KM നൌഷാദ്, CPIM പന്നിത്തടം ലോക്കൽ സെക്രട്ടറി ഫ്രാൻസിസ് കൊള്ളന്നൂർ, T അരവിന്ദാക്ഷൻ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി സെക്രട്ടറി V ശങ്കരനാരായണൻ, പ്രസിഡന്റ് MK ശശിധരൻ, ട്രഷറർ KR രണേഷ് എന്നിവരെ കൺവെൻഷൻ തെരഞ്ഞെടുത്തു. സുഭാഷ് അരിയാടത്ത് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. V ശങ്കരനാരായണൻ സ്വാഗതവും KR സിമി നന്ദിയും പറഞ്ഞു. കാർഷിക നാട്ടറിവുകളെക്കുറിച്ച് പോൾസൺ താം രചിച്ച നട്ടുണ്ടാക്കാം നൂറുമേനി എന്ന പുസ്തകം കൺവെൻഷനിൽ അനൂപ് കിഷോറിന് കൈമാറി. അക്കിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയൂട്ടും നടന്നു. കർക്കിടകത്തിലെ 30 ഞായറാഴ്ചയായ രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം ക്ഷേത്രം തന്ത്രി കരകന്നൂർ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമവും ഗജപൂജയും നടത്തി. തുടർന്ന് പ്രത്യേകം തയ്യാറാക്കിയ ചോറുള്ള കൊമ്പന്മാരായ മുള്ളത്ത് ഗണപതി, തടത്താവിള ശിവൻ എന്നീ ആനകൾക്ക് നൽകിക്കൊണ്ട് തന്ത്രി ആനയൂട്ടിന് തുടക്കം കുറിച്ചു. തുടർന്ന് ഭക്തജനങ്ങളും ആനയൂട്ട് നടത്തി. അവിൽ, മലർ, ശർക്കര, പഴം, കരിമ്പ്, പൈനാപ്പിൾ തുടങ്ങി വിവിധ പഴവർഗ്ഗങ്ങളും കൊമ്പന് നൽകി. ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളും ഭക്തജനങ്ങളും നേതൃത്വം നൽകി. മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി ഡയപ്പർ ഡിസ്ട്രോയർ സ്ഥാപിച്ച് എളവള്ളി ഗ്രാമപഞ്ചായത്ത് സംസ്ഥാനത്തിന് മാതൃകയാകുന്നു. കത്തിച്ചാലും മണ്ണിൽ കുഴിച്ചിട്ടാലും പരിസ്ഥിതി നാശമുണ്ടാക്കുന്ന ഡയപ്പറുകൾ പ്രകൃതിദത്തമായി സംസ്കരിക്കാനുള്ള സംവിധാനം ഒരുക്കുക വഴി എളവള്ളി പഞ്ചായത്ത് വീണ്ടും കയ്യടി നേടുകയാണ്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയോടെ ഡയപ്പർ ഡിസ്ട്രോയർ സ്ഥാപിക്കുകയെന്നത് വലിയ പ്രതിസന്ധിയായിരുന്നു. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിൽ സുവർണ അംഗൻവാടി യോഗത്തിൽ കുടുംബശ്രീ അംഗം ഡയപ്പർ സംസ്കരിക്കുന്നതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടിയതോടെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഡയപ്പർ ഡിസ്ട്രോയർ എന്ന ആശയം ഏറ്റെടുത്തത്. 1987-91 ബാച്ചിലെ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് മെക്കാനിക്കൽ വിഭാഗം വിദ്യാർത്ഥിയും പുഴയ്ക്കൽ ഗാല കോംപ്ലക്സിൽ 4R ടെക്നോളജീസ് എന്ന സ്ഥാപന ഉടമയുമായ TV വിദ്യാരാജനെ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയ പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഡയപ്പർ ഡിസ്ട്രോയർ നിർമ്മിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഡയപ്പർ ഡിസ്ട്രോയർ എന്ന പദ്ധതി വെല്ലുവിളിയായി സ്വീകരിച്ച വിദ്യാരാജൻ പല ഒഴിവു ദിനങ്ങളിലും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓഫീസ് മുറി പദ്ധതിയുടെ ചർച്ചാവേദിയാക്കി മാറ്റി. വലപ്പാട് ശ്രീരാമ പോളിടെക്നിക്കൽ മെക്കാനിക്കൽ വിഭാഗം വിദ്യാർത്ഥിയായിരുന്ന ജിയോ ഫോക്സിന് രാഷ്ട്രീയ ജീവിതത്തിൽ എഞ്ചിനീയറിംഗ് ആവശ്യമാകുന്നത് ഈ അവസരത്തിലാണ്. പലതലത്തിൽ രൂപകൽപ്പന ചെയ്ത ശേഷം ഡയപ്പർ ഡിസ്ട്രോയർ എന്ന പദ്ധതിക്ക് അന്തിമ രൂപമായി. കേരളത്തിൽ ആദ്യമായുള്ള പദ്ധതി എന്ന നിലയിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്നുള്ള അനുമതിക്കായി ഉദ്യോഗസ്ഥതല ചർച്ചകളും ഇരുവരും നടത്തിയിരുന്നു. അവസാനം പുക പുറന്തള്ളുന്നതിന് 30 മീറ്റർ ഉയരമുള്ള ചിമ്മിണി ആവശ്യമാണെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് തീരുമാനം പോർട്ടബിൾ ഡയപ്പർ ഡിസ്ട്രോയർ എന്ന സ്വപ്നത്തിന്റെ ചിറകൊടിച്ചു. ജില്ലാതലത്തിൽ വിളിച്ചു ചേർത്ത മാലിന്യമുക്ത നവകേരള യോഗത്തിലും എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് പദ്ധതി വിശദീകരിച്ചിരുന്നു. ജില്ലാ പ്ലാനിംഗ് ഓഫീസറായിരുന്ന NK ശ്രീലതയുടെ നിർബന്ധപൂർവമായ പ്രോത്സാഹനവും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി തോമസ് അലിയാസ് രാജനും ഭരണസമിതിയും നൽകിയ പിന്തുണയുമാണ് പദ്ധതി നടപ്പിലാക്കുന്നതിന് വേഗത കൂട്ടിയത്. ഉപഭോക്താക്കളുടെ ലിസ്റ്റ് തയ്യാറാക്കി വാർഡ് തോറും ഇലക്ട്രിക് ഓട്ടോ വഴി ഡയപ്പർ ശേഖരിക്കുന്നതിനാണ് പദ്ധതി തയ്യാറാക്കുന്നതെന്ന് പ്രസിഡന്റ് ജിയോ ഫോക്സ് പറഞ്ഞു. CCTV ന്യൂസ്, കേച്ചേരി. ഗുരുപൂർണിമയോടനുബന്ധിച്ച് നാടിന്റെ പ്രിയപ്പെട്ട ഗുരുക്കന്മാരെ പോർക്കുളം സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഗുരുപൂജ നടത്തി ആദരിച്ചു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ റിട്ടയേർഡ് പ്രൊഫസർ അക്കിക്കാവ് ശ്രേയസിലെ രാഘവൻ മാസ്റ്റർ, പത്നി അക്കിക്കാവ് TMVA ഹൈസ്കൂളിലെ റിട്ടയേർഡ് അധ്യാപിക സുകുമാരി ടീച്ചർ, പുതുശ്ശേരി KKG കളരിയിലെ കളരിക്കൽ വീട്ടിൽ വേണുഗോപാലൻ ഗുരുക്കൾ എന്നിവരെയാണ് ഗുരുപൂർണിമ ദിനത്തിൽ വീടുകളിലെത്തി ആദരിച്ചത്. ഗുരുക്കന്മാരെ ആരതി ഒഴിഞ്ഞ് തിലകം ചാർത്തിയതിനു ശേഷം പൊന്നാടയണിയിച്ചു. മധുരം നൽകിയാണ് പ്രവർത്തകർ അനുഗ്രഹം തേടിയത്. പ്രവർത്തകരായ സുധാഹർഷൻ, രതി വിജയകുമാർ, മഹേഷ്, പ്രദീപ്, മണിക്കുട്ടൻ, മനോജ് കുമാർ കരുമത്തിൽ എന്നിവർ നേതൃത്വം നൽകി. കുട്ടികളായ യോഗിൻ, അദ്യുത, ശ്രാവൺ, ശ്രേയലക്ഷ്മി എന്നിവരും പങ്കെടുത്തു. NFC കുന്നംകുളം ഗോഡൌണിൽ നിന്ന് തീരദേശത്തെ റേഷൻ കടകളിലേക്ക് അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വൈകിയെത്തുന്നത് പ്രതിഷേധാർഹമാണെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി C മുസ്താഖ് അലി.
മറ്റിടങ്ങളിൽ എല്ലാ മാസവും 10-ാം തീയതിക്ക് മുമ്പ് റേഷൻ സാധനങ്ങൾ എത്തുമ്പോൾ ചാവക്കാട് തീരദേശത്തെ റേഷൻ കടകളിൽ 20-ാം തീയതിക്ക് ശേഷമാണ് റേഷൻ സാധനങ്ങൾ എത്തുന്നത്. പല ദിവസങ്ങളിലും ആളുകൾ റേഷൻ കടകളിൽ പോയി തിരിച്ചുവരുന്ന അവസ്ഥയാണ്. വിഷയത്തിൽ സിവിൽ സപ്ലൈസ് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുമെന്നും മുസ്താഖ് അലി കൂട്ടിച്ചേർത്തു. NFSA കുന്നോളം ഗോഡൌണിൽ നിന്ന് തീരദേശത്തെ റേഷൻ കടയിലേക്ക് സാധനങ്ങൾ വരുന്ന കാലതാമസം ഒഴിവാക്കണമെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. തീരദേശവാസികൾക്കും കർഷക തൊഴിലാളികൾക്കും പാവപ്പെട്ടവർക്കും മുഴുവൻ 30-ാം തീയതിക്കുള്ളിൽ റേഷൻ വാങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ആ കാലതാമസം ഒഴിവാക്കി സമയത്തിന് NFSA കുന്നംകുളം ഗോഡൌണിലെ അധികാരികൾ 10-ാം തീയതിക്ക് മുമ്പ് തന്നെ തീരദേശ റേഷൻ കടകളിൽ സാധനങ്ങൾ എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. നർത്തകിയാകണമെന്ന ബാല്യകാല മോഹം ഏറെ വൈകിയാണെങ്കിലും സഫലമാക്കാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദത്തിലാണ് ചെമ്മണ്ണൂർ സ്വദേശിനി സിന്ധു. 1/4 നൂറ്റാണ്ടിലേറെയായി ഹൃദ്രോഗത്തിന് ചികിത്സ നടത്തുന്ന ഇവരുടെ അരങ്ങേറ്റം വൈദ്യശാസ്ത്രത്തിന് തന്നെ അത്ഭുതമായി. രണ്ടു തവണ ഹൃദയവാൽവ് മാറ്റിവെച്ചതടക്കം 4 ഹൃദയ ശസ്ത്രക്രിയകളാണ് സിന്ധുവിന് നടത്തിയിട്ടുള്ളത്. ഇവരുടെ സഹോദരപുത്രി പവിത്ര നൃത്തം പരിശീലിക്കാൻ തുടങ്ങിയപ്പോഴാണ് സിന്ധുവിന്റെ മനസ്സിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആഗ്രഹം സടകുടഞ്ഞെഴുന്നേറ്റത്. ചീരംകുളം ഗൗരീശങ്കരം നൃത്ത പഠന സ്ഥാപനത്തിലെ അധ്യാപിക RLV സരിത സുരേഷിനോട് വിവരം പറഞ്ഞപ്പോൾ അവർ സമ്മതം മൂളി. ബാല്യകാലത്ത് നടക്കാതെ പോയ ആഗ്രഹം നിറവേറ്റാൻ മറ്റ്5 പേരും ഇവരോടൊപ്പം കൂടി. അങ്ങനെ ചിട്ടയായ 1.5 വർഷത്തെ പരിശീലനത്തിനൊടുവിൽ ഇവർ അരങ്ങിലെത്തി. പ്രായത്തിന്റെ അവശതകൾ മറന്ന് ഇവർ കണ്ണന് മുന്നിൽ അരങ്ങേറ്റം കുറിച്ചു. 30 വയസ്സ് മുതൽ 50 വയസ്സുവരെയുള്ള 6 പേരാണ് ഭരതനാട്യത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. ഇവർക്ക് പ്രചോദനമായി പവിത്രയും കൂടെ ഉണ്ടായിരുന്നു. ഇവരുടെ ആഗ്രഹം സഫലീകരിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് അധ്യാപിക സരിത സുരേഷ് പറഞ്ഞു. ചീരംകുളം ആനായ്ക്കല് ഗൗരീശങ്കര നൃത്തകലാക്ഷേത്രത്തിലെ സൂപ്പർ സീനിയേഴ്സ് ആയിട്ടുള്ളവരുടെ അരങ്ങേറ്റമാണ് ഇപ്പോൾ ഉള്ളത്. അതായത് 30 വയസ്സ് മുതൽ 50 വയസ്സുള്ള ആൾക്കാരുടെ ഹൗസ് വൈഫ്സാണ് എല്ലാവരും, ജോലിക്കാരും ഉണ്ട്. അവരുടെ കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹം എന്നിലൂടെ അത് അവരിൽ സഫലമാക്കാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാ തിരക്കുകളുടെ ഇടയിലും അവരിതിനു വേണ്ടി സമയം കണ്ട് ഇതിന് പ്രിപ്പയർഡ് ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സന്തോഷം. എനിക്ക് ഇവരുടെ ഒരു ഇത് നടത്താൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷം. ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചാണ് സിന്ധു പരിശീലനം പൂർത്തിയാക്കിയത്. 1.5 മണിക്കൂറോളം നീണ്ടുനിന്ന അരങ്ങേറ്റം അനായാസേനയാണ് ഇവർ പൂർത്തിയാക്കിയത്. പരിപൂർണ വിശ്രമം നിർദ്ദേശിച്ചിരുന്ന സിന്ധുവിന്റെ മനോബലത്തിനു മുന്നിൽ വൈദ്യശാസ്ത്രത്തിന് മുട്ടുമടക്കേണ്ടി വന്നു. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ തിങ്ങി നിറഞ്ഞ കാണികൾക്ക് മുന്നിലാണ് ഇവർ അരങ്ങേറ്റം കുറിച്ചത്. CCTV ന്യൂസ്, ഗുരുവായൂർ. രാമായണ മാസത്തോടനുബന്ധിച്ച് വേലൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിൽ ഗോപൂജ നടത്തി. ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കുമായാണ് ഗോപൂജ നടത്തുന്നത്. ക്ഷേത്ര മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ പ്രസിഡന്റ് സേതുമാധവൻ, സെക്രട്ടറി സനൽകുമാർ, മറ്റ് ഭാരവാഹികളും നേതൃത്വം നൽകി. രാമായണ മാസത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ, നിറമാല, ചുറ്റുവിളക്ക് എന്നിവയും നടക്കും. പഴഞ്ഞി അയനൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ആനയൂട്ട് നടത്തി. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കർക്കിടകത്തിലെ 30 ഞായറാഴ്ചയാണ് ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയൂട്ട് നടന്നത്. ക്ഷേത്രത്തിൽ രാവിലെ മേൽശാന്തി രാജു നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ഭക്തജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിനു ശേഷം ഗജപൂജയും ആനയൂട്ട് നടന്നു. കൊമ്പൻ ശങ്കരനാരായണന് പൂജയും പ്രത്യേകം തയ്യാറാക്കിയ ചോറുരുളയും പഴവർഗ്ഗങ്ങൾ എന്നിവയും നൽകി. ഭക്തജനങ്ങളും ആനയൂട്ട് നടത്തി. തുടർന്ന് കർക്കിടക ഔഷധക്കഞ്ഞി വിതരണവുമുണ്ടായി. ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭരണസമിതി സെക്രട്ടറി ബിനീഷ്, പ്രസിഡന്റ് മുകേഷ്, ട്രഷറർ സുദർശൻ, ജോയിന്റ് സെക്രട്ടറിമാരായ സാജു, സുരേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ഭരതൻ, മറ്റു മെമ്പർമാർ എന്നിവർ നേതൃത്വം നൽകി. കർക്കിടകം 1 മുതൽ 5 വരെ ക്ഷേത്രത്തിൽ ഗുരുവായൂർ PC ചന്ദ്രശേഖരൻ ഇളയതിന്റെ ഭക്തിപ്രഭാഷണമുണ്ടായിരുന്നു. ഓഗസ്റ്റ് 11-ന് ഇല്ലനിറയും, 22-ന് പുത്തരി നിവേദ്യവും, 23-ന് നാലമ്പല ദർശനയാത്രയും ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു. CCTV ന്യൂസ്, പെരുമ്പിലാവ്.
ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ മാതൃവേദി സംഘടനയുടെ നേതൃത്വത്തിൽ സൗജന്യ ഔഷധ കഞ്ഞി കിറ്റ് വിതരണം ചെയ്തു. കിറ്റ് വിതരണം വികാരി ഫാദർ വിൽസൺ പിടിയത്ത് ഉദ്ഘാടനം ചെയ്തു. സഹവികാരി ജേസൺ പുതുപ്പള്ളിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മാതൃവേദി പ്രസിഡന്റ് ജെസി ജോസഫ് അധ്യക്ഷയായി. ചിറ്റാറ്റുകര ദേവാലയത്തിലെ മുൻ സഹവികാരി ഫാദർ ജിതിൻ മാറോക്കി, ട്രസ്റ്റിമാരായ PK ആന്റണി, PJ ലിയോ, PV പിയൂസ്, മാതൃവേദി ഭാരവാഹികളായ മിനി ജോയ്സൺ, ലിസി വർഗീസ്, കാതറിൻ ആന്റോ, അൽഫോൺസ ജോർജ് എന്നിവർ സംസാരിച്ചു. 200ഓളം കുടുംബങ്ങൾക്കാണ് ഔഷധ കഞ്ഞി കിറ്റ് വിതരണം നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് മാറഞ്ചേരി ഡിവിഷൻ പരിധിയിലെ വെളിയങ്കോട്, മാറഞ്ചേരി, പാലപ്പെട്ടി ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ +1 അധിക ബാച്ചുകൾ ലഭിച്ചു. വെളിയങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിൽ കൊമേഴ്സ്, മാറഞ്ചേരിയിൽ കൊമേഴ്സ് ഹ്യൂമാനിറ്റിക്സ്, പാലപ്പെട്ടിയിൽ കൊമേഴ്സിനുമാണ് പുതിയ ബാച്ചുകൾ അനുവദിച്ചത്. ഇനിയും സീറ്റുകൾ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് തുടർന്നുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പുതിയ ബാച്ചുകൾ അനുവദിച്ച സീറ്റുകളിലേക്ക് അപേക്ഷിക്കുവാൻ അവസരമുണ്ടാകും. ഡിവിഷൻ പരിധിയിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഗവൺമെന്റ് അനുവദിച്ച പുതിയ ബാച്ചുകളിൽ സീറ്റുകൾ ലഭിക്കുമെന്നും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഡിവിഷൻ പരിധിയിലെ വിദ്യാലയങ്ങളിൽ ഉടൻ സജ്ജമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും ഡിവിഷൻ മെമ്പർ AK സുബൈർ അറിയിച്ചു. പുതുശ്ശേരി അയ്യൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ആനയൂട്ട്, ഔഷധക്കഞ്ഞി വിതരണം എന്നിവ നടന്നു. കുറുനെല്ലിപ്പറമ്പ് ദേശം പൂരാഘോഷ കമ്മിറ്റി സമർപ്പിച്ച ഗജരാജൻ നാണു എഴുത്തച്ഛൻ ശങ്കരനാരായണന് ഗജപൂജയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശ്രീരാജ് നമ്പൂതിരിപ്പാട് ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചു. മേൽശാന്തി പട്ലയില്ലത്ത് രമേശ് ഭട്ട്, ക്ഷേത്രസമിതി ഭാരവാഹികളായ ചന്ദ്രശേഖരൻ പുതുശ്ശേരി, UK ബിനീഷ്, CS ജിജി എന്നിവർ നേതൃത്വം നൽകി. ജൂലൈ 31-ന് ഔഷധ സേവയും ഓഗസ്റ്റ് 11-ന് ഇല്ലംനിറയും ഓഗസ്റ്റ് 15-ന് തൃപ്പുത്തരി പായസ വിതരണവും ഉണ്ടാകും. കർക്കിടക മാസത്തിൽ എല്ലാ ദിവസവും രാവിലെ ക്ഷേത്രത്തിൽ രാമായണ പാരായണവും ഉണ്ടാകും. കർക്കിടകം 1 മുതൽ 32 വരെയുള്ള ദിവസങ്ങളിൽ വ്യത്യസ്തങ്ങളായ ചടങ്ങുകളോടെയാണ് ക്ഷേത്രത്തിൽ രാമായണ മാസാചരണം നടക്കുക. നൂറടിത്തോട്ടിലും പാടശേഖരങ്ങളിലും വെള്ളം നിറഞ്ഞതോടെ പെങ്ങാമുക്ക് കരിച്ചാൽ കടവ് പാലം പണി താൽക്കാലികമായി നിർത്തിവെച്ചു. നിർമ്മാണം നടക്കുന്ന ഭാഗത്തും അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്ന ഭാഗത്തും വെള്ളം നിറഞ്ഞു കവിഞ്ഞു. വെള്ളം കുറയുന്ന മുറയ്ക്ക് നിർമ്മാണം പുനരാരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ. വെള്ളം നിറഞ്ഞു നിൽക്കുന്ന നൂറടിത്തോട്ടിൽ താൽക്കാലിക തടയണ നിർമ്മിച്ചാണ് പാലം പണി നടത്തിയിരുന്നത്. എന്നാൽ മഴ കനത്തതോടെ തടയണ കവിഞ്ഞും വെള്ളം ഒഴുകുകയായിരുന്നു. ഇതോടെ നിർമ്മാണം നടത്താൻ കഴിയാത്ത സ്ഥിതിയായി. പാലത്തിന് മുകളിൽ വരുന്ന 5 പ്രധാന സ്ലാബുകളിൽ 2 എണ്ണത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ബാക്കി ഭാഗങ്ങളിൽ തൂണുകൾ നിർമ്മിച്ചെങ്കിലും സ്ലാബുകളുടെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല. വെള്ളം കുറയുന്ന മുറയ്ക്ക് നിർമ്മാണം പുനരാരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് കമ്പനി അധികൃതർ. 2018-ലാണ് പാലത്തിന്റെയും തടയണയുടെയും നിർമ്മാണം തുടങ്ങിയത്. എന്നാൽ കരാറുകാരൻ 4 വർഷമായിട്ടും പണി പൂർത്തിയാകാത്തതോടെ സർക്കാർ മുൻകൈയെടുത്ത് കരാർ റദ്ദാക്കി മറ്റൊരു കരാറുകാരന് നിർമ്മാണ ചുമതല നൽകുകയായിരുന്നു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ കൊരട്ടിക്കര കുണ്ടൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര കവാടത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഉപയോഗശൂന്യമായ ബസ് കാത്തിരിപ്പ് കേന്ദ്രം അപകട ഭീഷണിയാകുന്നു. വർഷങ്ങൾക്ക് മുമ്പ് വാഹനം ഇടിച്ച് തൂണുകൾ തകർന്ന നിലയിലാണ്. ചുറ്റും പൊന്തക്കാടുകൾ നിറഞ്ഞും മാലിന്യങ്ങളുമായി കിടക്കുകയാണ്. ശക്തമായ മഴയും കാറ്റും നിലനിൽക്കുന്നതിനാൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഏത് സമയത്തും പൂർണ്ണമായി തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. പെരുമ്പിലാവ് മുതൽ ജില്ലാ അതിർത്തി വരെയുള്ള പല സ്റ്റോപ്പുകളുടെയും സ്ഥിതി ഇതുതന്നെയാണ്. ഉപയോഗശൂന്യമായി കിടക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ പൊളിച്ചു മാറ്റുന്നതിനാവശ്യമായ നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ അഭ്യർത്ഥന. കേരള കർഷക സംഘം മറ്റം മേഖലാ കൺവെൻഷൻ ആളൂർ യുവജന സമാജം വായനശാല ഹാളിൽ നടന്നു. കൺവെൻഷൻ കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് M. ബാലാജി ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് KJ ബിജു അധ്യക്ഷനായി. മേഖലാ സെക്രട്ടറി PV സുധാകരൻ പ്രവർത്തന റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി K. കൊച്ചനിയൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. CITU ഏരിയ ജോയിന്റ് സെക്രട്ടറി C. അംബികേശൻ, കർഷക സംഘം ഏരിയ ട്രഷറർ M. പീതാംബരൻ, ഏരിയ കമ്മിറ്റി അംഗം ഡേവിസ് മണലി, മേഖലാ ട്രഷറർ അമൽ ആളൂർ എന്നിവർ സംസാരിച്ചു. ചർച്ചകൾക്ക് ശേഷം KJ ബിജു പ്രസിഡന്റായും PV സുധാകരൻ സെക്രട്ടറിയായും അമൽ ആളൂർ ട്രഷററായും മേഖലാ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. ചാലിശ്ശേരി പെരുമണ്ണൂർ PFA ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം ഓണസമ്മാന പദ്ധതിയുടെ സമ്മാന കൂപ്പൺ പ്രകാശനവും ആദ്യ വിൽപ്പനയും നടത്തി.
തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് കൂപ്പൺ പ്രകാശനം നിർവഹിച്ചു. PFA ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് V കേശവദാസ് അധ്യക്ഷത വഹിച്ചു. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ പുളിയഞ്ഞാലിലും വാർഡ് മെമ്പർ സരിത വിജയനും സംയുക്തമായി സമ്മാന കൂപ്പണിന്റെ ആദ്യ വിൽപ്പന നടത്തി. സെക്രട്ടറി ഗോപിനാഥൻ കുറുപ്പത്ത്, പ്രസിഡന്റ് K ജയൻ, ഭാരവാഹികളായ NT ഉണ്ണികൃഷ്ണൻ, NB രതീഷ്, NE നിതീഷ്, PB മഹേഷ്, റഫീഖ് മണ്ണാന്തറയിൽ, MV സുരേഷ്, CM നൌഫൽ തുടങ്ങിയവർ സംസാരിച്ചു. നവതിയുടെ നിറവിലെത്തിയ ഗുരുവായൂർ സ്നേഹസ്പർശം പ്രസിഡന്റ് RV അലിക്ക് പൗരാവലിയുടെ ആദരം. ടൗൺ ഹാളിൽ നടന്ന സമാദരണ സദസ്സ് സാഹിത്യ അക്കാദമി വൈസ് ചെയർമാൻ അശോകൻ ചെരുവിൽ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. RV അലി രചിച്ച ഗുരുവായൂർ ഇന്നലെ ഇന്ന് എന്ന പുസ്തകം NK അക്ബർ MLA പ്രകാശനം ചെയ്തു. കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി ഏറ്റുവാങ്ങി. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, ഗുരുവായൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ റിട്ടയേർഡ് ക്രൈംബ്രാഞ്ച് SP RK ജയരാജ്, GK പ്രകാശൻ, TT ശിവദാസൻ, RV അബ്ദുറഹിം, PP വർഗീസ്, അനിൽ കല്ലാറ്റ്, ഡോക്ടർ V അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മണലൂർ ഗോപിനാഥിന്റെ ഓട്ടൻതുള്ളലും സ്നേഹസ്പർശം അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. കുന്നംകുളം മെയിൻ റോഡ് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിൽ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസിയോസ് രണ്ടാമന്റെ 115ാം ഓർമ്മ പെരുന്നാളും പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയുടെ 3ാം ഓർമ്മ പെരുന്നാളും സംയുക്തമായി ആചരിച്ചു. ശുശ്രൂഷകൾക്ക് കോനാട്ട് ഡോക്ടർ ജോൺസ് എബ്രഹാം ആർച്ച് കോർ എപ്പിസ്കോപ്പ പ്രധാന കാർമ്മികത്വം വഹിച്ചു. രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പള്ളിക്ക് ചുറ്റുമുള്ള പ്രദക്ഷിണവും തുടർന്ന് ആശീർവാദവും നടന്നു. ഫാദർ ജോൺ എബ്രഹാം ആർച്ച് കോർ എപ്പിസ്കോപ്പയെ പള്ളിയുടെയും ആത്മീയ പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിൽ ആദരിച്ചു. ഫാദർ പത്രോസ് G പുലിക്കോട്ടിൽ, ഫാദർ TC ജേക്കബ്, ആത്മീയ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ഡോക്ടർ KC ലോവ്സൺ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഡോക്യുമെന്ററി മത്സരത്തിൽ വിജയികളായ യുവജന പ്രസ്ഥാനം അംഗങ്ങളെ ആദരിച്ചു. തുടർന്ന് കൈമുത്തും നേർച്ചവിളമ്പലും ഉണ്ടായി. പെരുന്നാൾ ക്രമീകരണങ്ങൾക്ക് വികാരി ഫാദർ മാത്യൂസ് K ബർസൗമ, ഇടവക മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. പഴഞ്ഞി അയ്നൂരിൽ പുതുതായി നിർമ്മിച്ച എൽദോ മോർ ബസേലിയോസ് സെന്ററിന്റെ കൂദാശ നടന്നു. ഞായറാഴ്ച വൈകിട്ട് 5:30 സന്ധ്യാപ്രാർത്ഥന ആരംഭിച്ചു. സിംഹാസനപ്പള്ളികളുടെയും എറണാകുളം മലയെക്കുറിച്ച് ദയറാധിപനുമായ കുര്യാക്കോസ് മോർ ദിയസ്കോറോസ്, തൃശൂർ ഭദ്രാസനാധിപൻ കുര്യാക്കോസ് മോർ ക്ലീമിസ്, യെരൂസലേം പാത്രിയർക്കൽ വികാരി മാത്യൂസ് മോർ തിമോത്തിയോസ് എന്നീ മെത്രാപ്പോലിത്തമാരുടെ കാർമ്മികത്വത്തിൽ കൂദാശ ശുശ്രൂഷകൾ നടത്തി. വൈദികരായ സിജി മാത്യു, ബാബു ജോസഫ്, ജിബിൻ ചാക്കോ, യാക്കോബ് കോർ എപ്പിസ്കോപ്പ, റെജി കുഴിക്കാട്ടിൽ, ബേസിൽ കൊല്ലാർമാലി, ഡിൽജോ കൂരൻ, നിജോ P തമ്പി, ഗീവർഗീസ്, തോമസ് കുര്യൻ, ബേസിൽ തേക്കുമഠം തുടങ്ങി വൈദികരും മദ്ബഹ ശുശ്രൂഷകരും വിശ്വാസികളും നാനാജാതി മതസ്ഥരും പങ്കെടുത്തു. തുടർന്ന് ശ്ലൈഹിക വാഴ്വ്, അത്താഴൂട്ട് എന്നിവ ഉണ്ടായിരുന്നു. മോർ ഒസ്താത്തിയോസ് ചാരിറ്റീസ് പ്രസിഡന്റ് വർഗീസ് CJ എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. CCTV ന്യൂസ്, പെരുമ്പിലാവ്. പഴഞ്ഞി സെന്റ് തോമസ് കുരിശുപള്ളിയുടെ കീഴിലുള്ള വൺ വേ ജംഗ്ഷൻ കുരിശുപള്ളി പെരുന്നാൾ ആഘോഷിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 7 സന്ധ്യാ നമസ്കാരത്തെ തുടർന്ന് പഴഞ്ഞി പള്ളിയിലേക്ക് പ്രദക്ഷിണവും ധൂപപ്രാർത്ഥനയും നേർച്ചവിളമ്പും നടത്തി. തുടർന്ന് ദേശക്കാരുടെ വാദ്യാഘോഷങ്ങളും ആനയുമായുള്ള എഴുന്നള്ളിപ്പ് പുലർച്ചെ കുരിശുപള്ളിയിൽ സമാപിച്ചു. ഉച്ചയോടെ വീണ്ടും ആരംഭിച്ച വാദ്യാഘോഷങ്ങളുമായുള്ള എഴുന്നള്ളിപ്പ് 4 മണിക്ക് കുരിശുപള്ളിയിൽ സമാപിച്ചു. തുടർന്ന് ധൂപപ്രാർത്ഥനയും പ്രദക്ഷിണവും നേർച്ചവിളമ്പലും നടന്നു. വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൗലോസ് എന്നിവർ കാർമ്മികരായി. ഫാദർ ജോസഫ് തോലത്ത് കോർ എപ്പിസ്കോപ്പ, ജോസഫ് ജോസ് എന്നിവർ സഹകാർമ്മികരായി. ഇടവക കൈക്കാരൻ സന്തോഷ് ജെയിംസ്, സെക്രട്ടറി സിൻഡോ K ഷീമോൻ, പള്ളി മാനേജിംഗ് കമ്മിറ്റി, കുരിശുപള്ളി സെക്രട്ടറി CC പീറ്റർ എന്നിവർ നേതൃത്വം നൽകി. വാഗാശ്രീ കാർത്തിയേനി ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി മംഗലത്തുമനയിൽ അനിൽ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. കൊമ്പൻ ഗുരുജിയിൽ ശ്രീനാരായണന് ക്ഷേത്രം തന്ത്രി ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് രമക്കുറുപ്പ്, സെക്രട്ടറി P ശിവശങ്കരൻ, ശ്രീകുമാർ വാഗ, രാധാകൃഷ്ണൻ, ബാലചന്ദ്രൻ തെക്കേപ്പാട്ട്, ശശി, വികാസ്, രാജി മണികണ്ഠൻ, പ്രദീപ് തൊമ്മിൽ, രാഹുൽ എന്നിവർ നേതൃത്വം നൽകി. ഭക്തജനങ്ങൾക്കായി പ്രഭാത ഭക്ഷണവും ഒരുക്കിയിരുന്നു. അക്കിക്കാവ് ജംഗ്ഷനിൽ റോഡിൽ മെറ്റൽ ചോർന്നു കിടക്കുന്നത് അപകട ഭീഷണിയാകുന്നു. അമിത ലോഡ് കയറ്റിപ്പോകുന്ന ടോറസ് ലോറി ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ നിന്നും പൊടിയോട് കൂടിയുള്ള ചെറിയ മെറ്റൽ റോഡിലേക്ക് ചോർന്നു വീണാണ് അക്കിക്കാവ് ജംഗ്ഷൻ റോഡ് അപകടക്കെണിയാകുന്നത്. കഴിഞ്ഞ ദിവസം ഇതുവഴി വന്ന ലോറിയിൽ നിന്നാണ് ഇത്തരത്തിൽ മെറ്റലുകൾ വീണ്
റോഡിൽ പരന്നൊഴുകിയത്. 4 കൂടിയ ജംഗ്ഷനായതിനാൽ മേഖലയിൽ അപകടങ്ങൾ പതിവായിരിക്കുകയാണ്. ശനിയാഴ്ച മാത്രം 3ഓളം ബൈക്കുകളാണ് റോഡിലെ മെറ്റലിൽ തന്നെ വീണ് അപകടമുണ്ടായത്. മെറ്റൽ പിന്നീട് അക്കിക്കാവ് ജംഗ്ഷനിലെ ഓട്ടോ ഡ്രൈവർമാർ എത്തി ഭാഗികമായി നീക്കം ചെയ്തെങ്കിലും മേഖലയിലെ അപകടങ്ങൾ ഒഴിവായിട്ടില്ല. പെരുമ്പിലാവ്, ആൽത്തറ, മണിയറക്കോട് മേഖലയിലെ ക്രഷറുകളിൽ നിന്നും വരുന്ന ലോറികളിലാണ് സുരക്ഷിതമല്ലാതെ കരിങ്കൽ, മെറ്റൽ, കോറിപ്പൊടി മുതലായ സാധനങ്ങൾ ലോഡ് കണക്കിന് കയറ്റിക്കൊണ്ടുപോകുന്നത്. ചില ലോറികൾ മണ്ണിനു മുകളിൽ ഷീറ്റ് പോലും ഇടാതെ നടത്തുന്ന പാച്ചിൽ പുറകിൽ വരുന്ന യാത്രക്കാർക്ക് പലപ്പോഴും ഭീഷണിയാണ്. ഇത്തരം ലോറി ഉടമകൾക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CCTV ന്യൂസ്, പെരുമ്പിലാവ്. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിൽ നിർമ്മാണം പൂർത്തീകരിച്ച തേജസ് റോഡ് നാടിന് സമർപ്പിച്ചു. റോഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം TO ജോയ് അധ്യക്ഷനായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് PV നിവാസ്, തൊഴിലുറപ്പ് പദ്ധതി അസിസ്റ്റന്റ് എഞ്ചിനീയർ VV രേഷ്മ തുടങ്ങിയവർ സംസാരിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. തൊഴിലുറപ്പ് തൊഴിലാളികൾ, പ്രദേശവാസികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മരത്തംകോട് പുതിയ മാത്തൂർ ചിറക്കൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി മഹാഗണപതി ഹോമം നടന്നു. 338 നാളികേരം കൊണ്ടുള്ള മഹാഗണപതി ഹോമത്തിന് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികനായി. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ദിവസേന ഗണപതി ഹോമം, ത്രികാല പൂജ, ചുറ്റുവിളക്ക്, നിറമാല എന്നിവയുണ്ടാകും. ക്ഷേത്ര ഭാരവാഹികളായ ശങ്കരനാരായണൻ, ജയരാജൻ, ഹൃദയൻ, ജിനീഷ് നായർ, ഹരി കോനോത്ത്, സജിത് കുണ്ടുളി എന്നിവർ നേതൃത്വം നൽകി. കാരുണ്യ ഗുരുഹൃദയങ്ങൾ ഒന്നിച്ചു. കുട്ടിക്കൊരു വീട് കൈമാറി. ഭവനമില്ലാത്ത വിദ്യാർത്ഥിക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന കുട്ടിക്കൊരു വീട് പദ്ധതി പ്രകാരം എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ കാക്കശ്ശേരിയിൽ വീട് കൈമാറി. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ചാവക്കാട് ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കുട്ടിക്കൊരു വീട് പദ്ധതി നടപ്പിലാക്കിയത്. 450 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഭവനത്തിൽ ഒരു ഹാൾ, കിടപ്പുമുറി, അടുക്കള, വരാന്ത, ശുചിമുറി എന്നിവ ഉൾപ്പെട്ടിട്ടുണ്ട്. വരുമാനത്തിൽ നിന്നും ഒരു നിശ്ചിത തുക മാറ്റിവെച്ചാണ് സമ്പൂർണ്ണ ഭവന കേരളം എന്ന ലൈഫ് പദ്ധതിക്ക് അധ്യാപകർ പിന്തുണയേകുന്നത്. പദ്ധതിയുടെ താക്കോൽ കൈമാറ്റം K രാധാകൃഷ്ണൻ MP നിർവഹിച്ചു. മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷനായി. CPIM ജില്ലാ കമ്മിറ്റി അംഗം TV ഹരിദാസൻ, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, CA നസീർ, K പ്രമോദ്, PG സുബിദാസ്, സാജൻ ഇഗ്നേഷ്യസ്, ഡിക്സൺ ചെറുവത്തൂർ, KK മനോജ്, NB ജയ എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ്, കേച്ചേരി. വേലൂർ പഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും കിരാലൂർ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെയും അമല മെഡിക്കൽ കോളേജിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കിരാലൂർ PM LP സ്കൂളിൽ നടന്ന ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷേർലി ദിലീപ് കുമാർ, MLSP വിനീത്, ഹെൽത്ത് ഇൻസ്പെക്ടർ ഫറൂഖ് എന്നിവർ സംസാരിച്ചു. ഡോക്ടർമാരായ CM ശ്രുതി, എബിൻ, ആൻ, വിഷ്ണു എന്നിവർ ക്യാമ്പ് നിയന്ത്രിച്ചു. JHI ദീപകുമാർ, JPHN രാധാ പാറോളി, ആശാപ്രവർത്തകരായ റോസി, വനജ, പ്രീജ എന്നിവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികൾ ചരിത്രശാസ്ത്ര ബോധമുള്ളവരായി വളരണമെന്ന സന്ദേശം പങ്കുവച്ച് ബാലസംഘം ചിറ്റാട്ടുകര മേഖലാ സമ്മേളനം നടന്നു. PC ജോസഫ് സ്മാരക മന്ദിരത്തിൽ ചേർന്ന സമ്മേളനം ബാലസംഘം ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് MB എബിയോൺ അധ്യക്ഷനായി. മണലൂർ ഏരിയ കൺവീനർ MB ഷാജി, CPIM ചിറ്റാട്ടുകര ലോക്കൽ സെക്രട്ടറി PG സുബിദാസ്, ഏരിയ കോർഡിനേറ്റർ KK മനോജ്, മേഖലാ സെക്രട്ടറി TR ശ്രീനന്ദന, BR സന്തോഷ്, TC ശ്രീജിത്ത്, NB ജയ എന്നിവർ സംസാരിച്ചു. സമ്മേളനം 25-അംഗ മേഖലാ കമ്മിറ്റിയിൽ നിന്ന് TR ശ്രീനന്ദന സെക്രട്ടറി, MB എബിയോൺ പ്രസിഡന്റ്, KR അതുൽ കൃഷ്ണ ട്രഷറർ, BR സന്തോഷ് കോർഡിനേറ്റർ, TC ശ്രീജിത്ത് കൺവീനർ, NB ജയ ജോയിന്റ് കൺവീനർ എന്നിവരെ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു. കാലിന് ചലനശേഷി നഷ്ടപ്പെട്ടാലും സാവിത്രിയമ്മ എത്താത്ത ഇടങ്ങളില്ല. പൊന്നുപോലെ നോക്കുന്ന മകനാണ് സാവിത്രി അമ്മയുടെ ബലം. മകന്റെ സ്നേഹപരിചരണത്തിൽ, കരങ്ങൾ നൽകുന്ന സുരക്ഷിതത്വത്തിൽ 87-ാം വയസ്സിലും തളരാത്ത മനസ്സുമായി വാർദ്ധക്യം ആസ്വദിക്കുകയാണ് ഈ അമ്മ. വാക്കുകൾക്കതീതമാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം. എന്നാൽ മാതാപിതാക്കൾ പുതിയ തലമുറയ്ക്ക് ഒരു ഭാരമായി പലർക്കിടയിലും മാറുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തനാവുകയാണ് ഒരു അമ്മയും മകനും. കാണാം ആ യാത്ര. സ്വന്തം മാതാപിതാക്കളെ ഭാരമായി കാണുന്ന, അവരെ നോക്കാനും പരിചരിക്കാനും സമയം കണ്ടെത്താത്ത മക്കൾക്കിടയിൽ മാതൃസ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയാവുകയാണ് ചൂണ്ടൽ തായങ്കാവ് ഇടവനരാജൻ.
സ്വന്തം അമ്മയെ പൊന്നുപോലെ നോക്കുന്ന മകൻ എന്നു പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല രാജന്റെ കാര്യത്തിൽ. 15 വർഷമായി അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട സാവിത്രി അമ്മയുടെ കാര്യങ്ങൾ നോക്കുന്നതെല്ലാം മകൻ രാജനാണ്. അമ്മയുടെ പ്രാഥമിക കാര്യങ്ങളെല്ലാം ഒരു മടിയും കൂടാതെ ചെയ്യും ഈ മകൻ. മാത്രമല്ല, അമ്മയെ എവിടെയൊക്കെ കൊണ്ടുപോകാൻ സാധിക്കുന്നോ അവിടേക്കെല്ലാം എടുത്തുകൊണ്ടുപോവുകയാണ് ഈ അമ്മ സ്നേഹി. വിദേശത്തായിരുന്ന രാജൻ ആ ജോലി ഉപേക്ഷിച്ചാണ് അമ്മയെ പരിചരിക്കാനായി നാട്ടിൽ സ്ഥിരതാമസമാക്കിയത്. ഒരു കുറവുമില്ലാതെ എല്ലാ കാര്യങ്ങളും നോക്കി യാത്രകളുമായി വാർദ്ധക്യം ആസ്വദിക്കുകയാണ് അമ്മ. വടക്കുംനാഥനിലെയും കിഴൂരിലെയും ആനയൂട്ടിലെത്തി ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന ദൃശ്യം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. കുട്ടവഞ്ചി, ബോട്ട് തുടങ്ങിയ ജലയാത്രകളും അമ്മയ്ക്ക് പ്രിയമാണ്. വെള്ളത്തിൽ ഭയമില്ലെന്ന് മാത്രമല്ല, വേണ്ടിവന്നാൽ നീന്താൻ വരെ അമ്മ റെഡിയാണ്. കൊട്ടവഞ്ചിയിൽ പോയി, ബോട്ടിൽ പോയി, വെള്ളത്തിൽ പോകുമ്പോഴൊന്നും ഒരു പ്രശ്നമില്ല. നീ ഈ പ്രായത്തിൽ എന്ത് പേടിക്കാനാണ്? അടുത്തിടെ വിമാനം കയറി ബോംബെ കാഴ്ചകളും കണ്ട് തിരിച്ചെത്തി സാവിത്രിയമ്മ. അതും ഫ്ലൈറ്റ് യാത്ര. ഫ്ലൈറ്റ് കയറുമ്പോൾ പേടിയുണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് അമ്മയുടെ മറുപടി ഇങ്ങനെ: ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. 4 ആള്, 2 ആള് മരിച്ചു. പിന്നെ ഒരാള് രാജൻ, ഒരു പെണ്ണ് ഉണ്ടായിരുന്നു. അത് വരാറില്ല. ഇതിനിടെ കേരള ഗവർണർ പങ്കെടുത്ത ചടങ്ങിലെത്തിയ അമ്മയെ ഗവർണർ കാൽത്തൊട്ട് വന്ദിച്ചു. മേളവിദ്വാൻ കുട്ടന്മാരാരെ കാണാനെത്തിയ അമ്മയെ അദ്ദേഹം പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഓട്ടൻതുള്ളൽ കലാകാരനായ മണലൂർ ഗോപിനാഥന്റെ അടുത്തും അമ്മയെത്തി. ചമയമിടാതെ അദ്ദേഹം അമ്മയ്ക്കു മുമ്പിൽ അവതരിപ്പിച്ച ഓട്ടൻതുള്ളൽ അമ്മയെ കുറച്ചൊന്നുമല്ല സന്തോഷിപ്പിച്ചത്. ഇനി അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ: എനിക്ക് ശ്രീകണ്ഠം നായരെയും മഞ്ജു വാര്യരെയും കാണാനാണ് കൂടുതൽ ഇഷ്ടം. അവരെ ശ്രീകണ്ഠം നായരെയും കാണണമെന്നാണ്. 4 മക്കളിൽ 2 മക്കൾ മരിച്ചു. ഒരു മകളുണ്ടെങ്കിലും വല്ലപ്പോഴുമേ വരാറുള്ളൂ എന്ന് അമ്മ പറയുന്നു. പക്ഷേ മകന്റെ കാര്യം പറയുമ്പോൾ അമ്മ വാചാലയാകും. എല്ലാ ദിവസങ്ങളിലും ക്ഷേത്രങ്ങളിലും മറ്റും യാത്ര പോയി സന്തോഷിക്കുന്ന അമ്മ ഇപ്പോൾ രാവിലെയായാൽ ചോദിക്കുന്നത് ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത് എന്നാണ്. ഈ ചോദ്യം തന്നെയാണ് രാജന്റെ ഈ അമ്മയാത്രയ്ക്ക് പ്രചോദനമാകുന്നത്. എൻ്റെ അച്ഛനും ചേട്ടനും അമ്മയും ഒരുമിച്ച് കിടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അസുഖതയായിട്ട്, വാർദ്ധക്യം മൂലമുള്ള ഇതായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ്റെ വേർപാട്, ചേട്ടൻ്റെ ഒരു മരണം എല്ലാം കൂടി ഇപ്പോൾ പിന്നെ അമ്മ ഒറ്റപ്പെട്ടു. അപ്പോൾ എനിക്ക് തോന്നി, അപ്പോൾ ഞാൻ ചുറ്റുവട്ടത്തെ ചെറിയ ചെറിയ അമ്പലങ്ങളിൽ ആദ്യം കൊണ്ടുപോയി ഞാൻ. അപ്പോൾ പിന്നെ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നി നമ്മൾ വല്ല തൃശ്ശൂരിൽ നിന്ന് പോയി കൊണ്ടുപോകാം. പിന്നെ അവിടുന്ന് എറണാകുളത്ത് കൊണ്ടുപോയി. അവിടുന്ന് അങ്ങനെ ഒരു ദിവസം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ പിന്നെ ഡോക്ടറോട് ചോദിച്ചു, അമ്മയ്ക്ക് ഈ ഫ്ലൈറ്റിൽ കയറുന്നൊരു മോഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സന്തോഷം. അപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നപ്പോൾ എനിക്ക് തന്നെ എന്തോ ഒരു ഭയങ്കര ഒരു സന്തോഷം തോന്നി. എൻ്റെ മനസ്സിനിപ്പോൾ ഭയങ്കര, എനിക്കിപ്പോൾ എൻ്റെ അമ്മ എന്നല്ല, എൻ്റെ വേറെ മനസ്സിൽ വേറെ ഒന്നുമില്ല എനിക്ക്. പ്രായാധിക്യത്തിന്റെ അവശതകൾ അലട്ടുമ്പോഴും തളരാത്ത മനസ്സുമായി സ്വന്തം മകന്റെ കൈകളിൽ കുട്ടിയെപ്പോലെ സുരക്ഷിതയായി സന്തോഷവതിയായി അമ്മ യാത്ര തുടരുകയാണ്. മാതാപിതാക്കളെ നോക്കുക എന്നത് മക്കളുടെ ഉത്തരവാദിത്വവും കടമയുമാണ്. ആ കടമ നെഞ്ചോട് ചേർത്ത് അമ്മയും മകനും തമ്മിലുള്ള ജീവിതം ആസ്വദിച്ച് യാത്ര തുടരുകയാണ് ഈ അമ്മയും മകനും. ക്യാമറാമാൻ വിഷ്ണു വിജയനൊപ്പം രമ്യ സനൽ. നാടിന്റെ അഭിമാനമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BSc കമ്പ്യൂട്ടർ സയൻസ് പരീക്ഷയിൽ 4ാം റാങ്ക് നേടിയ തിരുവത്ര താഴത്ത് സലാമിന്റെ മകൾ സജിതയ്ക്ക് തിരുവത്ര മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ KPCC അംഗം CA ഗോപപ്രതാപൻ ഉപഹാരം നൽകി അനുമോദിച്ചു. തിരുവത്ര മേഖലാ കോൺഗ്രസ് പ്രസിഡന്റ് HM നൌഫൽ അധ്യക്ഷത വഹിച്ചു. MS ശിവദാസ്, കോനാരത്ത് ഷുക്കൂർ, KK സഫർ ഖാൻ, അലിക്കുഞ്ഞ് തിരുവത്ര, KA മർഷൂഖ്, TB ഹനീഫ, അബ്ബാസ് താഴത്ത്, TM ബാവ എന്നിവർ പങ്കെടുത്തു. പുനേർകുളം ആൽത്തറ സെന്ററിൽ ഭാരത് റൈസ് വിതരണം നടത്തി. പൊന്നിയരി 10 കിലോ ബാഗ് ഒന്നിന് 290 രൂപ നിരക്കിലാണ് വിതരണം ചെയ്തത്. ഞായറാഴ്ച രാവിലെ ആൽത്തറ സെന്ററിൽ നടത്തിയ വിതരണോദ്ഘാടനം വാർഡ് മെമ്പർമാരായ ഗോകുൽ അശോകൻ, ഇന്ദിര പ്രഭുലൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. BJP പുനേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് TK ലക്ഷ്മണന്റെ അധ്യക്ഷതയിൽ മോഹനൻ E. ചിത്ര, KC രാജു, കിരൺ ബാലചന്ദ്രൻ, ഷാജി തൃപ്പറ്റ്, സീന സുരേഷ്, MG സന്തോഷ്, MG സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി.
SNDP ഗുരുവായൂർ യൂണിയൻ പുന്ന ശാഖയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കുടുംബയോഗം ഗുരുവായൂർ യൂണിയൻ ജനറൽ സെക്രട്ടറി PA സജീവൻ ഉദ്ഘാടനം ചെയ്തു. പുന്ന ശാഖ വൈസ് പ്രസിഡന്റ് TK ദാസൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ഡയറക്ടർ ബോർഡ് മെമ്പർ വിമലാനന്ദൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി ശൈലജ കേശവൻ, വനിതാ കമ്മിറ്റി പ്രസിഡന്റ് സീന സുമേഷ്, ബിന്ദു ശശി, TB സജീഷ് എന്നിവർ സംസാരിച്ചു. പുന്ന ശാഖാ സെക്രട്ടറി KK സുബ്രഹ്മണ്യൻ സ്വാഗതവും യൂണിയൻ കമ്മിറ്റി മെമ്പർ MT ബാബു നന്ദിയും പറഞ്ഞു. പുനേർകുളം പരൂർ മാഞ്ചിറക്കൽ ഭഗവതി ക്ഷേത്രം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഔഷധക്കഞ്ഞി വിതരണവും നടത്തി. ഗണപതി ഹോമം, ഭഗവതി സേവ എന്നിവ പ്രത്യേക വഴിപാടായി 32 ദിവസവും ഉണ്ടാകും. എല്ലാ ദിവസവും വൈകിട്ട് 6:30 രമാഭായിയുടെ നേതൃത്വത്തിൽ രാമായണ പാരായണവും നടന്നുവരുന്നുണ്ട്. ഇന്ന് രാവിലെ 8:30 മുതൽ 10 മണി വരെ ഔഷധക്കഞ്ഞി വിതരണവും മഹാഗണപതി ഹോമവും നടന്നു. പൂജകൾക്ക് തന്ത്രി ശശീന്ദ്രൻ ഭട്ടതിരിപ്പാട്, മേൽശാന്തി നാരായണൻ നമ്പൂതിരിയും നേതൃത്വം നൽകി. ക്ഷേത്രം പ്രസിഡന്റ് ശിവദാസൻ പരുത്തിവളപ്പിൽ, സെക്രട്ടറി സുരേഷ് പാലിക്കൽ, ട്രഷറർ രാജൻ മാസ്റ്റർ തുടങ്ങി ക്ഷേത്ര ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. കുന്നംകുളം കാണിപ്പയ്യൂർ ആയൂർ ഗ്രീനിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കുന്നംകുളം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T സോമശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ആതിര സുരേഷ് കർക്കിടക കഞ്ഞി ചികിത്സയെക്കുറിച്ച് വിശദീകരിച്ചു. രാഹുൽ മുല്ലയ്ക്കൽ സ്വാഗതവും അഭിലാഷ് നന്ദിയും പറഞ്ഞു. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവർക്കായി സൗജന്യ കർക്കിടക കഞ്ഞി വിതരണവും ഉണ്ടായി. തൊഴിയൂർ ചേറ്റട്ടി ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ കർക്കിടകം 1 തുടങ്ങിയ ഔഷധക്കഞ്ഞി വിതരണം കർക്കിടകം 7 സമാപിക്കും. കമ്മിറ്റി ഭാരവാഹികളായ പ്രതികുമാർ TP, വേണുഗോപാൽ, TV അനിലൻ, CU മണി, TS പ്രവീൺ, മേൽശാന്തി ഷാജി എന്നിവർ നേതൃത്വം നൽകും. ഓഗസ്റ്റ് 4 ഞായറാഴ്ച പുലർച്ചെ 4:30 മുതൽ 7 മണി വരെ കർക്കിടക വാവ് ബലിതർപ്പണം ഉണ്ടാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കുന്നംകുളം സുധ കോളേജിലെ 77-78 ബാച്ച് വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ശേഖരൻ അത്താണിക്കൽ മാസ്റ്റർ 2ാം ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. ശേഖര സ്മരണകൾ എന്ന പേരിൽ കുന്നംകുളം TTI കോളേജിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം നാടക സിനിമ അഭിനേതാവ് ശിവജി ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ജോസഫ് ജോൺ മുഖ്യാതിഥിയായി. CV ഗീവർഗീസ് മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ഭാരവാഹികളായ IP രാമചന്ദ്രൻ, ജയ്സിംഗ് കൃഷ്ണൻ, ചന്ദ്രശേഖരൻ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കഥാകൃത്ത് വശ്യവജസ്, ഗായകൻ മമ്മിക്കുട്ടി, ജലീൽ പൂക്കോട്, ഡോളി സൈമൺ, നാരായണൻ നമ്പൂതിരി, ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. പഴഞ്ഞി അരുവായി ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ 2025 മാർച്ചിൽ നടക്കുന്ന നവീകരണത്തിന് മുന്നോടിയായുള്ള വിശേഷാൽ പൂജകളും വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തവും നടത്തി. ക്ഷേത്രത്തിൽ ഞായറാഴ്ച രാവിലെ വിശേഷാൽ ഗണപതി ഹോമം, ഭഗവത് സേവ, മൃത്യുഞ്ജയ ഹോമവും ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളും ഭക്തരും ചേർന്ന നെയ്വിളക്കും സമർപ്പിച്ചു. ഗുരുവായൂർ മണികണ്ഠവാര്യരുടെ നേതൃത്വത്തിൽ ഗുരുപൂർണിമയും ആഘോഷിച്ചു. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിൽ ബിരുദദാന ചടങ്ങ് നടത്തി. പോലീസ് അക്കാദമി ഡയറക്ടറും ADGP-യുമായ P വിജയൻ IPS ബിരുദദാന ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പാൾ J ഫരീദ അധ്യക്ഷത വഹിച്ചു. ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ, സൈക്കോളജി, കമ്പ്യൂട്ടർ സയൻസ് എന്നീ വിഷയങ്ങളിൽ സർവകലാശാല തലത്തിൽ റാങ്ക് നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. അൻസാരി ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി EA കുഞ്ഞഹമ്മദ്, ഹയർ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഷാജു മുഹമ്മദ് ഉണ്ണി എന്നിവർ സംസാരിച്ചു. വൈസ് പ്രിൻസിപ്പാൾ TA ആരിഫ്, ട്രസ്റ്റ് അംഗങ്ങളായ EM മുഹമ്മദ് അമീൻ, മുഹമ്മദ് കുട്ടി കൊരട്ടിക്കര, EVM ഷെരീഫ്, PRO അഡ്വക്കേറ്റ് മസൂദ് അലി, വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ചാലിശ്ശേരി അത്താണിക്കൽ കണ്ണനായിക്കൽ തറവാട് കുടുംബസംഗമത്തിന്റെ 10ാം വാർഷികം ആഘോഷിച്ചു. ചാലിശ്ശേരി ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന കുടുംബസംഗമത്തിൽ കണ്ണനായിക്കൽ തറവാട്ടിലെ മുതിർന്ന അംഗമായ KI പാവുണ്ണി അധ്യക്ഷനായി. മുതിർന്ന അംഗങ്ങൾ ചേർന്ന് വിളക്ക് തെളിയിച്ച് സംഗമം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വിവാഹ ജീവിതത്തിൽ 25 വർഷം പിന്നിട്ട ദമ്പതികളെയും പഠനത്തിൽ മികച്ച വിജയം നേടിയ കുട്ടികളെയും ഉപഹാരം നൽകി ആദരിച്ചു. ജോസ് മാസ്റ്റർ, ജിൻഡോ ജേക്കബ്, ഷിൻഡോ വർഗീസ്, ലിയോ എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ചരമം വാഗ തെക്കേപ്പാട്ട് വീട്ടിൽ രത്നകുമാരി നേശ്യർ നിര്യാതയായി. പരേതനായ തേലപ്പുറത്ത് അരവിന്ദന്റെ ഭാര്യയാണ്. 80 വയസ്സായിരുന്നു. പ്രദീപ്, ഗിരീഷ് എന്നിവർ മക്കളാണ്. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. പോർക്കളേങ്ങാട് പാടൂർ പെരിങ്ങോട്ട് കളരിക്കൽ സുകുമാരപ്പണിക്കർ നിര്യാതനായി. 79 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. പ്രീതി സനൽ, പ്രിയ ആനന്ദ്, പ്രീന ശ്രീനിവാസൻ, പ്രസന്ന സുഭൈഷ്, പ്രതിഭ ദിനേശ് എന്നിവർ മക്കളാണ്. വടക്കേക്കാട് ഞമ്മനേങ്ങാട് പരേതനായ ചേമ്പിൽ പുഷ്പൻ ഭാര്യ ഉഷ നിര്യാതയായി. 63 വയസ്സായിരുന്നു. അഭിഷേക്, വിവേക്, വൈശാഖ് എന്നിവർ മക്കളാണ്. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു.
എരുമപ്പെട്ടി കുണ്ടന്നൂർ പുത്തിരി പരേതനായ പൗലോസ് മകൻ സൈമൺ നിര്യാതനായി 65 വയസ്സായിരുന്നു. ലിസി ഭാര്യയാണ്. ദീപക്, ലിൻഡ, അലീന എന്നിവർ മക്കളാണ്. കുന്നംകുളം കാണിപ്പയ്യൂർ ഗ്യാരേജിനോടടുത്ത് പുതുക്കാട് വീട്ടിൽ രാജൻ നിര്യാതനായി 61 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടക്കും. മിനി ഭാര്യയും രശ്മി, രീഷ്മ എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് വീണ്ടും ആശങ്കയുടെ അലയൊലികൾ സൃഷ്ടിച്ച് നിപ വൈറസ്. രോഗബാധിതനായ കുട്ടി മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന പാണ്ടിക്കാട് സ്വദേശിയായ 14-കാരനാണ് മരിച്ചത്. സമ്പർക്ക പട്ടികയിലുള്ള 214 പേർ നിരീക്ഷണത്തിൽ, 60 പേർ ഹൈറിസ്ക് വിഭാഗത്തിൽ. ഭയം വേണ്ട, ജാഗ്രത തുടരണമെന്ന് ആരോഗ്യമന്ത്രി. ചാവക്കാട് നഗരസഭയുടെ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആക്ഷേപങ്ങളിൽ കഴമ്പില്ലെന്നും ലൈഫ് ഭവന പദ്ധതി ആനുകൂല്യങ്ങൾ ആർക്കും നഷ്ടപ്പെടില്ലെന്നും ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്. UDF ആരോപണം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയെന്നും നിജസ്ഥിതി പൊതുജനം മനസ്സിലാക്കുമെന്നും നഗരസഭാധ്യക്ഷ. കേച്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഔദ്യോഗിക വിഭാഗത്തിന് മിന്നും ജയം. ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 75% നേടിയാണ് കോൺഗ്രസ് ഔദ്യോഗിക വിഭാഗം വിജയിച്ചത്. ഇന്ത്യയിലെ പ്രഥമ ധന്വന്തരി ക്ഷേത്രമായ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള നെല്ലുവാ ശ്രീ ധന്വന്തരി ആയുർവേദ റിസർച്ച് സെന്ററിനെ ആയുർവേദ ടൂറിസവുമായി ബന്ധപ്പെടുത്തുന്നതിന് വേണ്ട നടപടികൾക്ക് വഴി തെളിയുന്നു. ഇതിനായി കിടത്തി ചികിത്സയ്ക്കുള്ള സംവിധാനം ഒരുക്കുന്നതിന്റെ ഭാഗമായി പുതിയ കെട്ടിടം നിർമ്മിക്കുവാനും ആയുർവേദ ടൂറിസവുമായി ബന്ധപ്പെടുത്തുന്നതിനു വേണ്ട നടപടികൾ സ്വീകരിക്കുവാനും വികസന സമിതി യോഗം തീരുമാനിച്ചു. പമ്പ് ഹൌസ് ജീവനക്കാരൻ ഷോക്കേറ്റ് മരിച്ചു. ചൂണ്ടൽ പഞ്ചായത്തിലെ ചിറനെല്ലൂർ പമ്പ് ഹൌസിലാണ് വാട്ടർ അതോറിറ്റി കരാർ തൊഴിലാളിയായ മുണ്ടത്തിക്കോട് പണ്ടാരിക്കൽ സോമന്റെ മകൻ സോമിഷ് മരിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.